പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതികരണ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ കമന്റ് കേട്ടാ, ദിൽജോ. ചില സാങ്കേതിക കാരണങ്ങളാൽ ഞാൻ മുണ്ട് വളച്ചു കുത്തുന്നില്ല. എനിക്ക് മനസ്സിലായി, തിരക്കിനിടയിൽ മറന്നുപോയി അല്ലേ കൊച്ചു ഗള്ളൻ. അതിന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദീകരണം നൽകിയിട്ടുണ്ട് കേട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ വിശദീകരണം നൽകിയിട്ടുണ്ട്. അത് ആളുകൾ തെറ്റിദ്ധരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മൾ നിലത്ത് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുണ്ട് പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോവാലോ. ട്രൗസറാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല. നിലത്തിരുന്ന് പണി ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, അത് ചെയ്തില്ല, അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. അല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒളിച്ച് കളിക്കേണ്ടതായ ഒരു കാര്യങ്ങളും ഇല്ല. കുറേ പേര് അങ്ങനത്തെ പറഞ്ഞിട്ടൊക്കെ കളിയാക്കിയിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട്. ചേട്ടന് ഈ സാങ്കേതിക കാരണം എന്ന് പറഞ്ഞതാ കുഴപ്പമായത്, അല്ലെങ്കിൽ കുഴപ്പമുണ്ടായില്ല. മുണ്ട് വളച്ചു കുത്തുള്ള എന്ന് പറഞ്ഞാൽ മതി. അടുത്തത് ദിവ്യ. ദൈവമേ, എന്റെ മനസ്സിലും അത് കത്തി. ഞങ്ങൾ ഇവിടെ ഇരുന്ന് കുറേ ചിരിച്ചു. ചില സാങ്കേതിക കാരണങ്ങൾ മടക്കി കുത്തുന്നില്ല. എന്നാ പിന്നെ നടക്കട്ടെ ചേട്ടാ, ബൈ. ദിവ്യ സുഭാഷ് നമ്പ്യാർ. സന്ധ്യ ബിജു. അയ്യോ സരിത, ഞാൻ ഇന്നാണ് വീഡിയോ കണ്ടത്. ഇന്നലെ ബിസി ആയിരുന്നു. ഒത്തിരി സന്തോഷം വോയിസ് മെസ്സേജ് കേൾക്കാൻ പറ്റുമെന്ന് അറിഞ്ഞതിൽ. എൻ്റെ ചേട്ടാ, ചില സാങ്കേതിക കാരണങ്ങൾ മുണ്ട് മടക്കി കുത്തുന്നില്ലെന്ന് ചിരിച്ചൊരു വഴിയായി. എല്ലാവർക്കും അതേ പറയാണല്ലോ. മായ നന്ദിക്കട്ടു എന്തിട്ടാണാവോ, നന്ദിക്കാറ്റ് എന്നാണ്. നാടൻ റെസിപ്പികൾ, അതും സ്വന്തം പറമ്പിൽ നിന്നും എടുത്തുണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചി തന്നെയാണ്. അജുവേട്ടൻ്റെ ഇമ്രാൻ പോസ്റ്റ് കലക്കി. ജഗ്ഗുനൊരു ഹായ്, ലവ് യു മോനെ. എക്സാം ഒക്കെ നന്നായി എഴുതിയില്ലേ? പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു, അത്യാവശ്യമൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ചിലതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. മലയാളം ഫസ്റ്റിന്റെ സമയത്ത് അവനൊരു തലവേദന വന്ന് കണ്ണിൽ ഒരു മൂടലൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. ജയിക്കാവോ എന്ന് പറയുന്നുണ്ട്. ബയോളജി പിന്നെ മൊത്തത്തിൽ ഭയങ്കര ടഫ് പേപ്പറായിരുന്നു, എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു. ആര്യ. ഞങ്ങളിവിടെ തള്ള എന്നാണ് വാഴയുടെ ഈ ഭാഗത്തെ പറയാറുള്ളത്. പയറും മുതിരയും ഇട്ട് ഇതുപോലെ വെക്കാറുണ്ട്. ഞങ്ങൾ തള്ള എന്ന് പറയുന്നത്, തള്ളച്ചേമ്പ് എന്ന് പറയുന്നത് വലിയ ചീനച്ചേമ്പില്ല, ചില സ്ഥലത്ത് ചീമച്ചേമ്പ് എന്ന് പറയും. അതിൻ്റെ ഉള്ളിലത്തെ മെയിൻ കാണണ്ട, അതിൽ നിന്നാണ് വിത്തുകൾ ഇങ്ങനെ പൊട്ട. അപ്പോൾ അതിനെയാണ് തള്ള എന്ന് പറയുക. ഒരു വലിയ എന്താ പറയുക, അമ്മിക്കല്ല് പോലുള്ളൊരു സാധനം, അമ്മിക്കുഴ പോലുള്ള സാധനം. അടുത്തത് ഷാൻഡി എൽദോസ്. നിങ്ങളുടെ പ്ലാവിൽ ചക്ക ഉണ്ടായില്ലേ? ഇന്ന് കുത്തിപ്പൊടി, മുളക്, ഉള്ളിയും കൂടി കാച്ചിയപ്പോൾ ഞാൻ ചക്ക കൂട്ടാൻ ഉണ്ടാക്കുന്നത് ഓർത്തു. ഇതെല്ലാം നിങ്ങളുടെ ഭാഷയിൽ കേൾക്കാൻ രസമാണ്. പിന്നെ അജു ഇമ്രാൻ്റെ കാര്യം കാണിച്ചപ്പോൾ ഞാൻ തന്നെ ചിരിച്ചു. ചക്ക പൊടിഞ്ഞിട്ടുള്ള മറ്റേ ഈ വിയറ്റ്നാം മേലിമേ ഇത്രയ്ക്ക് പോകുന്ന ചക്ക ആയിട്ടുണ്ട്. ഇന്നലെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഇന്നലെ ചക്കയുള്ള സ്ഥലത്തേക്ക് പോയിട്ട് ചക്ക ഇഷ്ടം പോയിട്ടുണ്ട്. അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് ഓരോ ചക്ക, പക്ഷെ ഇടാൻ മറന്നുപോയി. അയ്യോ ചക്ക ഇടാൻ മറന്നില്ലേ, പോവാൻ നേരത്തെ ഇടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നേ. ഇങ്ങനെ 3-4 ദിവസം കഴിഞ്ഞാൽ വീണ്ടും പോകണ്ട്. അപ്പൊ ചക്ക കൂട്ടാൻ വെക്കണം. ദരിദ്രീവിയൻ. വാഴക്കല്ല ചെറുപ്പത്തിൽ കറി വെച്ച് കഴിച്ചിട്ടുണ്ട്, പക്ഷെ അജു പറയുന്ന സ്വാദൊന്നും അന്ന് തോന്നിയിട്ടില്ല. കാരണം ഇന്ന് എന്ത് കറി വെക്കും എന്ന് അമ്മമാരുടെ വേവലാതി ചൂടിൽ വേവുന്ന വാഴക്കല്ലയിൽ സമൃദ്ധമായി ചേർക്കാനുള്ള വെളിച്ചെണ്ണയും നാളികേരവും ഒന്നും അന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ സ്വാദുണ്ടാകും? ഇപ്പോൾ നമുക്കെല്ലാം സമൃദ്ധമായി ഉണ്ടപ്പോൾ എങ്ങനെ വെച്ചാലും ആർക്കും വേണ്ട. ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ഒന്നും കഴിക്കാനും വയ്യ. എന്തൊരു വിധി. എനിക്ക് അന്നൊന്നും വാഴക്കല്ല ഞാനൊരു കിണ്ണ നിറച്ച് കിട്ടിയാലും ഞാൻ കഴിക്കും. എനിക്കിപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ ഇരുന്ന് കഴിക്കാൻ പറ്റും. അത് എനിക്ക് അപ്പോഴും അത് ടേസ്റ്റ് തോന്നുന്ന ഇപ്പോഴും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലത്തെ വാഴക്കല്ല വെക്കുമ്പോഴാണ് കേട്ടോ. നമുക്ക് വീട്ടിലിങ്ങനെ വല്ലപ്പോഴാ കിട്ടുള്ളൂ. നമ്മളുടെ അങ്ങനെ അത്രയ്ക്കധികം വാഴകൾ വെക്കാറില്ല. നേന്ത്രവാഴ വെച്ചിട്ടില്ല. നിഷ കെ. ഉണ്ണിപ്പിണ്ടി, വാഴക്കല്ല എന്നിവയുടെ നാര് നീക്കാൻ നമ്മൾ കുപ്പി കഴുകുന്ന ബ്രഷ് ഉപയോഗിച്ചാൽ മതി, എളുപ്പം നാര് നീങ്ങി കിട്ടും. ശരി, അതുമ്പോൾ കുറെ ബ്രസിൽസ് ഇങ്ങനെ നിറച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അത് വെച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ അതുപോലൊക്കെ ചുറ്റി പിടിച്ചു. അടുത്തത് സജി വർഗീസ്. ചില സാങ്കേതിക പ്രശ്നം ഞങ്ങൾക്ക് മനസ്സിലായി. ചാർലി ഇമ്രാൻ വരുമ്പോൾ സൂക്ഷിക്കണേ അജു ചേട്ടാ, അവര് മുണ്ടും കൊണ്ടുപോകരുത്. നിങ്ങളുടെ വോയിസ് റിപ്ലൈ വേണം. ലവ് യു ഓൾ. തിളക്കത്തിലത്തെ പോലെ ഇരിക്കില്ലേ ചാർലി ഇമ്രാൻ മുണ്ട് കൊണ്ടുപോയി. അത് മുണ്ട് കൊണ്ടുപോയി ഒരു പ്രശ്നമില്ല. അത് നിങ്ങളെ തെറ്റിദ്ധരിക്കുന്ന പോലെ സാധനങ്ങളൊക്കെ അതന്നെ. ഇത് മാത്രല്ലല്ലോ, ഇതിന്റെ അടിയിലും വേറെ കുറെ സാധനങ്ങളൊക്കെ ഇല്ലേ എന്റെ കൂടെ പിറപ്പ് എന്ന് പറഞ്ഞ പോലെയാണ്. അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ചാർലിയല്ല, ഇമ്രാനല്ല, ഏത് നായ്ക്കൾ വന്ന് എടുത്തുകൊണ്ട് പോയാലും ഒരു കുഴപ്പമില്ല. സുമം പിന്നെ ബോയ്സിലെ
നമ്മുടെ ശബ്ദം കേൾക്കാനായിട്ട് അത് എനിക്ക് ടൈപ്പ് ചെയ്യുന്നതാണ് എളുപ്പം തോന്നിയിട്ടുള്ളത്. വോയിസ് ആകുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. സരിതയ്ക്ക് ഏത് എളുപ്പം? ചിലതിന് റിപ്ലൈ കൊടുക്കാനുണ്ടാവും, ചിലത് വീഡിയോ നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കമന്റ്സ് ആയിരിക്കും, ചിലതിൽ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമ്പോഴാണല്ലോ നമുക്ക് അതിന് മറുപടി പറയാനുണ്ടാവുക, അല്ലെങ്കിൽ ബാക്കി എല്ലാത്തിനും താങ്ക് യു എന്ന് മാത്രം പറയാനുണ്ടാവുള്ളൂ, വീഡിയോ ഇഷ്ടപ്പെട്ടതിൽ സന്തോഷം അങ്ങനെയൊക്കെ പറയാനുണ്ടാവുള്ളൂ. അപ്പൊ അതൊക്കെ വോയിസ് ആയിട്ട് ഇടാനൊരു രസം തോന്നില്ല. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിന് മറുപടി നമുക്ക് ഉണ്ടാവും. പിന്നെ ഇത്ര സെക്കൻഡ് വരെ പറ്റുള്ളൂ, മാക്സിമം താഴെ പറ്റുള്ളൂ. മാത്രമല്ല അത് പോവാൻ ഭയങ്കര പാടാ. നമ്മൾ ആ റിപ്ലൈ ഇട്ടിട്ട് കുറേ കഴിയുമ്പോഴാണ് അത് പോണത്. വേണമെങ്കിൽ അത് ഇങ്ങനെ അവിടെ ഇങ്ങനെ മറ്റേ റിപ്ലൈ ആണെങ്കിൽ നമ്മൾ ഇട്ട വശം അത് പോവും, കിട്ടും. മറ്റേതാവുമ്പോൾ കുറച്ച് സമയം എടുക്കും അത് കയറാനേ. എന്നാലും ഞങ്ങള് ഇട്ടുടങ്ങുന്നുണ്ട്. ഇടാം. അടുത്തത് ബെറ്റി ജോസഫ്. വാഴക്കല്ല ആദ്യമായാണ് ഈ പേര് കേൾക്കുന്നത്. വാഴവിത്തല്ലേ അത്? ആദ്യമായി ഈ കറിയെ കുറിച്ച് കേൾക്കുന്നു. വെരി ഇൻട്രസ്റ്റിംഗ്. താങ്ക് യു അജു ആൻഡ് സരിത ഫോർ ദിസ് ന്യൂ ഇൻഫർമേഷൻ. അത് വാഴയ്ക്ക് കുറേ കന്നുകളുണ്ടാവും, അതിൻ്റെ കുട്ടികൾ. അപ്പം അതിലത്തെ മികച്ചതൊക്കെ നമ്മൾ വീണ്ടും വാഴയിട്ട് രൂപാന്തരം പെടുത്തിക്കാനായിട്ട് കൊണ്ടുപോകും. അതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടായില്ലേ, ചെറുതുകൾ. അത് തന്നെ നമുക്ക് അങ്ങനെ വീണ്ടും വാഴയിട്ട് വളർത്താൻ പറ്റില്ല. അതിനെയാണ് ഈ വാഴക്കല്ലാന്ന് മെയിനായിട്ട് പറയേണ്ടത്. അതാണ് കൂട്ടാൻ വയ്ക്കാൻ എടുക്കുന്നത് കേട്ടാ. ഓരോ സ്ഥലത്ത് ഓരോ പേര്, തിരുവനന്തപുരത്തുള്ള ആരാണ്ട് വിട്ടുണ്ടായിരുന്നു അവിടെ വാഴമാണെന്നാ പറയാന്ന്. എനിക്കത് വാഴമാണെന്ന് കേൾക്കുമ്പോൾ മറ്റേ നമ്മുടെ ഈ മാമുക്കോയരെ ശബ്ദം ഇത് കേൾക്കും, മാണ്ട. അടുത്തത് റിതം ഓഫ് നേച്ചർ ബൈ മിഥുൻ. ശരിക്കും പുതിയൊരു അറിവാണ് ഇങ്ങനെ ഒരു റെസിപ്പി. അജുചേട്ടൻ ഇമ്രാൻ അനുകരിച്ചത് കണ്ട് ചിരിച്ചു ചത്തു. മ്യൂസിക് വിത്ത് മസിൽ ഷോ പോലെ അജുചേട്ടൻ കഥ വിത്ത് ആക്ഷൻ ആണ്. അടുത്തത് ഗീത സന്തോഷ്. നാടൻ പഴയകാല വിഭവങ്ങൾ അജു ആസ്വദിച്ച് കഴിക്കുന്നത് കാണാൻ നന്നായിട്ടുണ്ട്. അമ്മ ഉണ്ടാക്കിയിരുന്ന കാലത്തേക്ക് പോയി അല്ലേ? രാത്രിയിൽ കുടിലിലെ പാചകം ഒരു പ്രത്യേക വൈബാണ്. ജീവിതത്തിൽ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നത് ഒരു ഭാഗ്യമാണ്. ലവ് യു ഡിയർ സരിത ആൻഡ് ജഗ്ഗു. സന്തോഷം. നിഷ സജീവ്. എൻ്റെ ദൈവമേ, ചെറുപ്പത്തിൽ തിന്ന് വെറുത്ത സാധനം ഇപ്പൊ 46 വയസ്സിൽ കിട്ടാൻ കൊതിക്കുന്ന സാധനം. അന്ന് വാഴ കട ഇളക്കി തുടങ്ങിയാൽ എന്നും വാഴക്കല്ലിയും പയറും വാഴക്കല്ലിയും. പിന്നെ ചേമ്പ് പറിക്കാൻ തുടങ്ങിയ വിത്തൊക്കെ ആദ്യം വെക്കും. പിന്നെ എന്നും തള്ള തന്നെ. എന്നും എൻ്റെ വീട്ടിൽ ഇവിടെ വാഴക്കൃഷിയുണ്ട്. കല്ല എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ പറയും വേണ്ട, കുരുടോൻ ഇട്ടിട്ടുണ്ടെന്ന്. വീഡിയോ കണ്ടപ്പോൾ കൊതി തോന്നി, എവിടെന്നെങ്കിലും സംഘടിപ്പിക്കണം. TV കാണുമ്പോൾ ഒറ്റയ്ക്ക് തിന്നാനുള്ള പൊതി മനസ്സിൽ വെച്ചാൽ മതിയില്ലേ സരിതേ? അന്ന് സുലഭമായിരുന്നു കിട്ടാനായിട്ട്. ഇപ്പൊ കൃഷി ചെയ്യണോടത്തായാലും നോർമൽ വീടുകളിൽ ചെയ്യണവര് പോലും വിഷമിട്ടിട്ടാണ് വെക്കണേ. കാരണം ഇത് ഇപ്പൊ നമ്മുടെ തന്നെ അവസ്ഥ കണ്ടില്ലേ, ഒരു വിഷോടാണ്ട് വെക്കുമ്പോ എന്തുട്ടുണ്ടാവണെന്നൊക്കെ ഒടിഞ്ഞു വീഴും. അങ്ങനെ പെട്ടെന്ന് ഇതിനെ കേടുബാധിക്കണം. അതുകൊണ്ട് വിഷത്തിൽ മുക്കിയ വെച്ചാൽ തന്നെ ഇത് ഉണ്ടാവുള്ളൂ. അപ്പൊ കർഷകരെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ വെക്കുമ്പോ നമുക്ക് വേണമെങ്കിൽ കിട്ടിയാൽ മതി, കിട്ടണത് മതി എന്നുള്ളൂ. വിഷമിട്ടിട്ട് കിട്ടണത് നമുക്ക് വേണ്ട എന്നുള്ള ഉറച്ച തീരുമാനത്തിലായതുകൊണ്ട് നമ്മള് അത് ഇംഗ്ലീഷ് വളവും ചേർക്കില്ല. ചെറിയ കൊലയ്ക്ക് കിട്ടുള്ളൂ. മറ്റേ എന്താ പറയാ, അതിന്റെ കുടപ്പം വരുമ്പോ തന്നെ അല്ലും ചേട്ടൻ ഞങ്ങളെ കളിയാക്കും. എന്താണ് ചോളപ്പൊതി പോലെ ഉണ്ടല്ലോ നിങ്ങളുടെ അല്ലും ചേട്ടൻ നന്നായി ഇംഗ്ലീഷ് വളമൊക്കെ ഇടാൻ അല്ലും ചേട്ടന് നല്ല ആരോഗ്യമുള്ള വാഴകളും നല്ല കൊലയായിരിക്കും. അപ്പൊ നമ്മളെ കളിയാക്കാറുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റാണ് നമ്മുടെ പഴം. ആ കുഞ്ഞൊരു കൊലയായിരിക്കും. പ്രിൻസി കുര്യൻ. അയ്യോ, നിങ്ങൾ ഞങ്ങളെ ചിരിപ്പിച്ചു കൊല്ലും. വീഡിയോ ലാസ്റ്റ് അജുവേട്ടൻ. ഞാൻ ഇത് മുഴുവൻ TV കണ്ട് തിന്നു തീർക്കും. ഉടനെ സരിതയുടെ കൗണ്ടർ. പിന്നെ ഞങ്ങൾക്ക് വേണ്ടേ? ഉഷ. അല്ല, അത് പറഞ്ഞ പോലെ തന്നെ TV കണ്ടിട്ട് നിർത്ത. എന്നെ ജഗുവിന് വിളിച്ചു. അത് ഉള്ളത് മുഴുവൻ ഒരു വലിയ പ്ലേറ്റ്. സാധാരണ നമ്മൾ കൂട്ടാടുക്കണ പിഞ്ഞാണുണ്ടല്ലോ, അതല്ലാണ്ട് ചോറും ഉണ്ടാണ് പ്ലേറ്റിൽ മുഴുവനും കൊട്ടി. എന്നിട്ട് വന്നിരുന്നു TV മുമ്പിൽ. എന്നിട്ട് ഞങ്ങൾ രണ്ടാള് വേണമെങ്കിൽ വന്ന് കഴിച്ചോ. എന്നിട്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ പറഞ്ഞിട്ട് കയറില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ജഗുവിന് കഞ്ഞി മതി എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം കഞ്ഞിയാക്കി, കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നു, അതിനെ തിളപ്പിച്ച് കഞ്ഞിയാക്കി അവന് വേഗം കൊടുത്തു ഞാൻ. അല്ലെങ്കിൽ കൂട്ടാൻ കഴിയും. അത് കഴിച്ചു. ഞാൻ പിന്നെ അതിൽ നിന്ന് കുറച്ച് കൂട്ടാനെടുത്തു തന്നു. ഭയങ്കര തണവാ, വരണ്ട കാലാവസ്ഥയാണ്. കാലത്ത് അതിരാവിലെ എണീറ്റിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത് കേട്ടോ. അതിരാവിലെ നല്ല 7:30. അപ്പോൾ തണവാ മോക്ക് കണ്ടില്ലേ വരണ്ടിട്ട് ഞങ്ങളുടെ വായിച്ച ഞാനിത് പൊതുവെ ഒരു സാമൂഹ്യ തത്വം പറഞ്ഞാണ്. അത് പറയേണ്ട ആവശ്യം വിചാരിച്ചു.
വർഗീസ്, എൻ്റെ ദൈവമേ, വീട്ടിൽ ചാച്ചൻ വാഴകൃഷി ചെയ്തപ്പോൾ ഇത് അറിഞ്ഞില്ലല്ലോ. ഇനി നാട്ടിൽ പോകുമ്പോൾ ചെയ്തു നോക്കാം. ഇതുവരെ കേട്ടിട്ട് പോലുമില്ല. പിന്നെ മുണ്ടിൻ്റെ കാര്യം ചിരിച്ചും മടുത്തു. ഭാഗ്യം സരിത പറയുന്നത് ഒന്നും കേൾക്കാത്തത് കൊണ്ട് ഇതും ചെയ്തില്ല. വളച്ചു കുത്താൻ പറഞ്ഞതില്ലേ. അടുത്തത് സതി, ഞങ്ങൾ ഇവിടെ ഇതിന് വാഴക്കണ്ട എന്ന് പറയും. കുട്ടിക്കാലത്ത് ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട്. ഇപ്പം ആരും വെക്കാറില്ല. പിന്നെ ഇമ്രാൻ്റെയും ചാർലിയുടെയും കിടപ്പ് അഭിനയിച്ച് കാണിപ്പോൾ അറിയാതെ ചിരി വന്നു പോയി. നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. അടുത്തത് ഷാനി ഡേവിസ്, അടിപൊളി. ചെറുപ്പകാലത്തേക്ക് ഒരു എത്തിനോട്ടം. അഭിനയ ചക്രവർത്തി. ഇമ്രാൻ ഇനി ഇങ്ങനെ ഒരിക്കൽ പോലും കിടക്കില്ല. എൻ്റെ ഭൂമി ദേവി ഇന്ന് എന്തായാലും മൊത്തം ചട്ടിയോടെ അടിച്ച് മറ്റേ സരം സമ്മതിച്ചില്ലല്ലേ. എന്തായാലും അടിപൊളി. ഇമ്രാൻ അങ്ങനെ ഇനി കിടക്കും എപ്പോഴും. ചേട്ടൻ വിളിക്കൂ, ചേട്ടൻ എന്നിട്ട് കാണിച്ചു തരും. അത് എപ്പോഴും എനിക്ക് കാണിച്ചു തരും. ചോറ് വേണടാ. ചേട്ടൻ്റെ ഒരു ചോദ്യമുണ്ട്. ആദ്യമൊക്കെ ഓടി വരുമായിരുന്നു. പിന്നെ മനസ്സിലായി ചോദ്യമുള്ളോ, ചോറ് കൊടുക്കണ കാണാനില്ല. പിന്നെ ചേട്ടൻ തോന്നുമ്പോഴാവും ചോറ് കൊടുക്കുക. ഇവർക്ക് കൊടുക്കണ ഒരു സമയമുണ്ട്. ആ സമയത്താണ് ചോറ് 2 നേരം കൊടുക്കുക. അപ്പം അതിൻ്റെ ഇടയിൽ വെറുതെ കാണുമ്പോൾ ചോദിക്കും, ചോറ് വേണടാ, മുട്ട വേണടാ, പാല് വേണടാ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അവറ്റങ്ങൾ മൈൻഡ് ചെയ്യില്ല. ചോദിച്ചതല്ലേ എന്നിട്ട് ഈ പാല് ഇത് ഇവിടെ ഇങ്ങനെ ആട്ടുന്നു മാത്രം. പിന്നെ ചേട്ടനെ ആട്ടണതാണോന്ന് അറിയില്ല. ഞാൻ എന്നിട്ടേലും വേണോന്ന് ചോദിച്ചാൽ അതിന് പിന്നാലെ തന്നെ കൊടുക്കും. അത് കാരണം ഞാൻ വേണോന്ന് ചോദിക്കുമ്പോഴേക്കും 2 ഒരു പ്രത്യേക ഒരു സൗണ്ട് ഉണ്ടാക്കി വരും. നമ്മുടെ ഇങ്ങനെ മേലിങ്ങനെ മുട്ടി 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 വരും. സിജി രാജേഷ്, ഈ കൊടുങ്ങല്ലൂർ ഭരണി പറഞ്ഞ് കൊടുങ്ങല്ലൂർക്കാരെ മിക്കവരും കളിയാക്കുന്നത് കാണാം. എനിക്കിപ്പോൾ 45 വയസ്സായി. ഇതുവരെ ഭരണിക്കാവ് കാണുകയോ പോകുകയോ ചെയ്തിട്ടില്ല. കൊടുങ്ങല്ലൂർക്കാർ കഴിവതും ആ സമയത്ത് അങ്ങോട്ടേക്ക് പോകില്ല. കാരണം മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകളുടെ ഈ പാട്ട് കേൾക്കുന്നത് തന്നെ ഭക്തിയും ഭീകരതയും നിറഞ്ഞൊരു അന്തരീക്ഷമായിരിക്കും. അന്നൊക്കെ ആ ഭാഗത്ത് ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അവധിയായിരിക്കും. കൊടുങ്ങല്ലൂർക്കാർ ആഘോഷിക്കുന്നത് മകരത്തിലെ താലപ്പൊലിയാണ്. കൊടുങ്ങല്ലൂർ ഭരണിയിലാണ് അവിടത്തുകാർ. പാലക്കാട് നിന്നൊക്കെയല്ലേ വേറെ ആൾക്കാർ. ഞാൻ പോയിട്ടുണ്ട് കൊടുങ്ങല്ലൂർ ഭരണി പാട്ട് കേൾക്കാൻ. പണ്ട്, ഇപ്പോഴൊന്നല്ല, പണ്ട്. അറിയാവുന്ന തെറി പോരാണ്ട് പുതിയ തെറി പഠിക്കാൻ പോയതോ ആണോ? അല്ല, അതൊരു നമുക്കത് എന്താ പറയാ, എനിക്ക് അതിനെ പറ്റി വിവരിക്കാൻ അറിയില്ല. ഒരു ഇംഗ്ലീഷുകാരനാണ്ട് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട്. അതിന്റെ പ്രത്യേകതകള് ഭരണി പാട്ടിന്റെ. അടുത്തത് സിജോ സോണി, സരിത പറഞ്ഞത് ശരിയാണ്. ഇപ്പോഴത്തെ പിള്ളേരോട് നമ്മുടെ പഴയ കഥ പറഞ്ഞാൽ ഓ പിന്നെ എന്ന ആറ്റിറ്റ്യൂഡാണ്. എൻ്റെ മോനും ജഗ്ഗും ഒരേ പ്രായമാണ്. ഇപ്പോൾ 10th-ലാണ്. എക്സാം ടെൻഷനാണ്. ആർക്ക്? എനിക്ക്. അവൻ കൂളാണ്. അതെ, പിള്ളേർക്ക് ടെൻഷനൊന്നുമില്ല. ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാലും എന്തിനപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം, അങ്ങനെ ചോദിക്കും. ഉള്ളത് മതി. അങ്ങനെ നമ്മളുടെ കാലം ഒന്നല്ല, നമ്മുടെ പോലെ ഒന്നല്ല. നമുക്കൊക്കെ പരീക്ഷയുടെ തലേദിവസമായി കഴിഞ്ഞാൽ നോക്കി വായിച്ചെത്തിച്ചില്ലെങ്കിൽ ഉറങ്ങാനായിട്ട് കിടന്നാലും ഉറക്കം വരില്ല. അങ്ങനെയൊക്കെ അല്ലേ. അതൊന്നുമില്ല. പഠിക്കണവർക്കുള്ളോ, പഠിക്കാത്തവർക്ക് എന്തിട്ട് തലേദിവസം ഇത് ബുദ്ധിമുട്ട്. ഇവിടെ ഞങ്ങൾക്കൊന്നും അതിനെ കുറിച്ചിട്ട് ചിന്ത പോലും നടന്നില്ല. സരിതിക്കുണ്ടാവും. സരിതിക്ക് നന്നായി പഠിക്കുന്ന കുട്ടിയാണെന്നല്ല. ഡാലിയ ദിവാകരൻ, ഞാനും അജേട്ടൻ്റെ കൂടെയാണ്. ശാസ്ത്രജ്ഞന്മാർക്കാണ് തെറ്റുപറ്റിയത്. എൻ്റെ സ്വപ്നങ്ങളും കുറേ നീളമുള്ളതാ. ഒരു കല്യാണമൊക്കെ മുഴുവൻ കാണും. എന്നിട്ട് പറയാം 3 സെക്കൻഡ് ഉള്ളൂ. 4 സെക്കൻഡ് കൊണ്ട് ഒരിക്കലും നടക്കില്ല. എനിക്ക് ആ ശാസ്ത്രജ്ഞന്മാർക്ക് പറഞ്ഞ പോലെ തെറ്റി തന്നെയാണ്. അതങ്ങനല്ല. അതേ, അത് സമയത്തിന്റെ കുറെ സംഭവങ്ങളുണ്ട്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയില്ല. നമ്മളെ ഈ ക്രോണിക്കിൾസ് ഓഫ് നെർണിയ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അതില് കുട്ടികളുണ്ട്. അതിലത്തെ കുട്ടികൾ ഒരു സ്ഥലത്തേക്ക് പഠിക്കാൻ പോണതാ. കുറെ കാലം മുന്നത്തെ ഒരു കഥയായിട്ട് അത് കാണിക്കണേ. ഫാന്റസി മൂവിയാണ്. അപ്പൊ അവരൊരു സ്ഥലത്തേക്ക് പോകുമ്പോ ആ ഒരു വീട്, ആ വീട്ടിലുള്ളവരൊന്നും അങ്ങനെ അത്ര ഫ്രണ്ട്ലി ഒന്നല്ല, ഗൗരവത്തിലാണ്. ഇവർ പഠിക്കാനാണ് പോണത്, ആ വീട്ടിൽ നിന്ന് പഠിക്കാൻ. അപ്പൊ ഇവര് ആ വീട്ടിൽ താമസിക്കുമ്പോ പിന്നെ ഇവരോട് ഇങ്ങനെ ആരും സംസാരിക്കില്ല. 4 പിള്ളേരാ, ചേട്ടനനിയന്മാർ, 2 ചേട്ടന്മാർ, 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. ഇവര് ഒളിച്ചു കളിക്കും ഒരു ദിവസം. അങ്ങനെ ഒളിച്ചു കളിക്കുമ്പോൾ ഇതിലത്തെ ഏറ്റവും താഴെ പെൺകുട്ടികളാ ഒരു വാർഡ്രോബിന്റെ ഉള്ളിൽ കയറിയിട്ടാണ് ഒളിക്കുക. അപ്പൊ അവിടെ 1, 2, 3 അങ്ങനെ എണ്ണുമല്ലോ, 50 വരെ എണ്ണും, അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഈ പെൺകുട്ടി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്കിലേക്ക് ഈ വാർഡ്രോബിനെ പിന്നിലേക്ക് നീങ്ങി പോയി. അതിൻ്റെ ഉള്ളിൽ തുണികൾ കൊളത്തിട്ടിട്ടുണ്ട് നിറച്ച്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്കിലേക്ക് നീണ്ട് പിന്നിലേക്ക് എത്തുമ്പോൾ അത് ബാക്ക് ഭാഗം അങ്ങനെ തുറന്നിട്ട് ആ കുട്ടി വീഴും പുറത്തേക്ക്. വീണുമ്പോ വേറൊരു ലോകം, നിറയെ മഞ്ഞ് മൂടി കിടക്കണ ഒരു സ്ഥലം. അപ്പൊ ഈ കുട്ടിക്ക് ഭയങ്കര അത്ഭുതവും.
ഈ വീടിന്റെ മുകളിലത്തെ നിലയിൽ അങ്ങടാണിത്. അപ്പൊ വീഴുമ്പോ ശരിക്കും നിരപ്പുള്ള സ്ഥലത്തേക്കാണ് ഈ കുട്ടി വരണേ. അപ്പൊ ഈ കുട്ടി ആ സ്ഥലം ഇങ്ങനെ നോക്കി 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 നടന്ന് അങ്ങനെ കുറെ ഇതൊക്കെ നടന്ന് അപ്പൊ ഒരാളെ കാണും. അപ്പൊ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആനിമൽസിനാണ്, അവരൊക്കെ സംസാരിക്കും. അവനൊരു പ്രത്യേക ലോകത്തിലേക്കാണ് എത്തിപ്പെട്ടെ. പിന്നെ ഒരാളെ കാണാൻ, ആളുടെ കാല് മാനിന്റെയും ഇവിടെ നിന്ന് ഇങ്ങോട്ട് അരയ്ക്കുന്ന ഇങ്ങോട്ട് മനുഷ്യന്റെ. അപ്പൊ ആൾ ഈ കുട്ടിയോട് ഭയങ്കര സ്നേഹത്തിൽ സംസാരിച്ച് ഈ കുട്ടീനെ എന്റെ വീട് കാണിച്ചു തരാൻ വീട്ടിൽ കൊണ്ട് എന്താ കുടിക്കാൻ കൊടുത്താ കുട്ടി അവിടെ കിടന്ന് ഉറങ്ങി പോകും. പിന്നെ എപ്പോഴും ഞെട്ടിണ്ടിരിക്കുമ്പോ സമയം കുറേ ആയി, വൈകുന്നേരമായി. ഓടും ഇങ്ങോട്ട് തിരിച്ചോടിയോട്ട് ഈ വാർഡ്രോബിന്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തിന്റെ ഉള്ളിലേക്ക് കയറും. അതിന്റെ ഉള്ളിലേക്ക് കയറി വേഗം പുറത്തേക്ക് ഇറങ്ങിയിട്ട് അയ്യോ സോറി എന്നെ നിങ്ങൾ, കാരണം ഈ കുട്ടീനെ അന്വേഷിച്ച് ഇവര് നടന്നുണ്ടാവല്ലോ. കാരണം ഒരു 5-6 മണിക്കൂറായി ഈ കുട്ടി പോയിട്ട്. പക്ഷെ ഇവിടെ 1, 2, 3 എണ്ണിയ കുട്ടി 50 എത്തിയിട്ടില്ല എപ്പോഴും നമ്മുടെ ലോകത്തില്. മനസ്സിലായ? അതായത് ഒരു അങ്ങനത്തെ ചില ടൈം ഇതുകൾ ഉണ്ടെന്ന്. ഇപ്പൊ നമ്മുടെ ആത്മാക്കളുടെ കാര്യം പറയില്ലേ, മരിച്ചു കഴിഞ്ഞാൽ ആത്മാവിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ 1 വർഷം. അവർക്ക് 1 ദിവസമായിട്ടുള്ളൂ, പക്ഷെ നമ്മുടെ അത് 1 വർഷമായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കുറെ ടൈംസിന്റെ ഇതുണ്ട്. അപ്പൊ നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമ്മുടെ ആത്മാവാണത്. അപ്പൊ ആത്മാവിന്റെ 3 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചിലപ്പോ 5-6 മണിക്കൂറുകൾ ഉണ്ടാവും. പിന്നെ നീ പറഞ്ഞില്ലേ നമ്മള് ഒരു പ്രകാശം സഞ്ചരിക്കുന്ന ഐസിന്റെ ഒരു തത്വം പറഞ്ഞില്ലേ, ഒരു സാധനത്തിൽ കയറിയിട്ട് നമ്മള് ശൂന്യാകാശത്ത് എവിടേക്കാണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഞ്ചരിച്ച് ഇത്ര ഇതിൽ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഫ്യൂച്ചറിലേക്ക് പോണത്. അതായത് പ്രകാശത്തിന്റെ വേഗതയിലുള്ള ഒരു വാഹനം ഉണ്ട്, അങ്ങനെ ഉണ്ടാവില്ല ഒരിക്കലും. ആ ഒരു വേഗതയിൽ നമ്മൾ ഭൂമിയുടെ ചുറ്റും 1 മണിക്കൂർ കറങ്ങി തിരിച്ചു വരുമ്പോ ഭൂമിയിൽ 100 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് 1 മണിക്കൂറായി ഉണ്ടാവുള്ളൂ, നമ്മുടെ വാച്ചിൽ 1 മണിക്കൂർ സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഈ ബഹിരാകാശ വാഹനം ഉണ്ടല്ലോ, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, ബഹിരാകാശ എന്നിട്ട് പറയാ അന്താരാഷ്ട്ര ഭൗമ നിലയം മലയാളത്തിൽ പറയുകയാണെങ്കിൽ സ്പേസ് സ്റ്റേഷനാണ്. അത് അവര് നമ്മളെക്കാളും കുറച്ച് മുന്നിലാണ്. കാരണം ഭൂമി കറങ്ങണേനേക്കാളും വേഗതയിലാണ് അവര് അതിന്റെ സ്പീഡ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ശാസ്ത്രജ്ഞന്മാരെ തെറ്റിദ്ധരിച്ചു നമ്മള്. ശാസ്ത്രജ്ഞന്മാരെ ഞാനിത് പറഞ്ഞതില് കുറെ മിസ്റ്റേക്സ് ഉണ്ടാവാം, എന്നാലും നീ പറഞ്ഞത് ചെറിയൊരു ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു. ശാസ്ത്രജ്ഞൻ അത് ഏതൊരു ഇത് ഉണ്ടല്ലോ, എനിക്ക് മറ്റേ കൊല്ലം സുധീര ഒരു പാഷാൺ ഷാജി എന്തായിട്ടുണ്ട്. അതായത് പാഷാൺ ഷാജി ഒരു പെണ്ണിനെ സ്നേഹിക്കും, അതിന് കല്യാണം ഉറപ്പിക്കുമ്പോൾ പെണ്ണിൻ്റെ ഈ ജ്യോത്സ്യൻ വന്ന് പറയും ഈ പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാജി മരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ മരിക്കാണ്ടിരിക്കുള്ളൂ എന്ന് വെച്ചിട്ട് ആദ്യം വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കണം ഡമ്മിയായിട്ട്, എന്നിട്ടത് ഉപേക്ഷിച്ചിട്ട് വേണം. ഇവന്റെ ജാതകത്തിലാണ് ഇവന് ആദ്യത്തെ ഭാര്യ മരിക്കും, രണ്ടാമതിലാണ് ഇങ്ങനെ ഭാര്യയുടെ കൂടെ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ മരിക്കാറായിട്ടുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ അതാ വേഗം മരിച്ചു ഇവളെ കല്യാണം കഴിക്കാലോ, സ്നേഹിക്കുന്ന പെണ്ണിനെ, അതിന് വേണ്ടി. അപ്പൊ മരിക്കാറായ പെണ്ണെന്ന് പറഞ്ഞിട്ട് കൊല്ലം സുധി പെൺവേഷത്തിൽ വന്നിട്ടുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ ഒരു കത്ത് എഴുതാണ്, പ്രിയപ്പെട്ട മനഃശാസ്ത്രജ്ഞ, ഞാൻ നല്ല സുന്ദരിയും സുമുഖിയുമായിട്ടുള്ള, എനിക്കിപ്പോ ഈ ശാസ്ത്രജ്ഞന്മാരെ കാര്യം പറയുമ്പോഴേ അത് മനഃശാസ്ത്രജ്ഞനാണ്. ആ മനഃശാസ്ത്രജ്ഞന് കത്തെഴുതണത് കൊല്ലം സുധീരെ തന്നെയാ, പക്ഷെ അത് വേറെയാ സ്കിറ്റാ, ഈ സ്കിറ്റ് അല്ല, അത് വേറെയാണല്ലേ, വേറെ സ്കിറ്റാ. അതായത് ഭാര്യക്ക് സൗന്ദര്യം ഇല്ലാന്നിട്ട് ഇയാൾക്ക് ഇഷ്ടമല്ല ഭാര്യനെ, ഇയാള് പണിക്ക് പോണ അവിടത്തെ ഒപ്പം പണിയെടുക്കണ പെണ്ണിനെയാണ് ഇഷ്ടം. എന്നിട്ട് പെണ്ണിനെ ലോട്ടറി അടിച്ചെന്ന് പറയുമ്പോ തിരിച്ചു വരണത് ഭയങ്കര സുന്ദരി, അതാണ് ആ സ്കിറ്റ്. അത് ദൈവമേ, ഞങ്ങൾ വേറെ ഓരോന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഞങ്ങൾ വർത്താനം പറഞ്ഞ പോലെ വർത്താനം പറഞ്ഞിരിക്കുക, ക്യാമറ ഓണാണെന്നുള്ള കാര്യം തന്നെ ഓർമ്മയില്ല. അടുത്തത് സോണി ജി. സരിത, ഇത് ഇഷ്ടപ്പെട്ടു 85, 95, 2025. അജുവിന്റെ തീറ്റ മാത്രം മാറ്റുന്നില്ല. സുന്ദരിയെ എത്ര തീറ്റ മാറേണ്ടിരുന്നാലും ചാർലി കറിയാണ് അവിടെ കിടന്നിട്ട്. നമ്മളധികം വലിപ്പൊന്നുമില്ലല്ലോ, എപ്പോഴും അതാ പറയുള്ളൂ. കഴിച്ചാൽ ഞാൻ വലിപ്പമില്ലല്ലോ, അതുകൊണ്ട് ഫുള്ള് തിന്നത് കഴിക്കണമെന്നുണ്ടാ, ബാക്കി വീട്ടിലുള്ള ആർക്കും കൊടുക്കാണ്ട് തിന്നണമെന്നുണ്ടാ.
ഇവിടെ വീട്ടിൽ എത്ര പേരുണ്ട്? ഞാൻ വിചാരിക്കും ചേട്ടൻ വലിയ കൂട്ടുകുടുംബത്തിൽ ജനിച്ച കാരണം കൊണ്ട് ഈ ഷെയർ ചെയ്ത് കിട്ടണയിൽ നിന്നും ഷെയർ ചെയ്ത് അങ്ങനെ കഴിച്ചിട്ടുള്ള ഒരു ശീലമായിരിക്കുന്നു. എനിക്കൊക്കെ ആ ശീലമാണ്. നമുക്കൊരു സാധനം എന്തിട്ടെങ്കിലും കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും. നമ്മുടെ വീട്ടിൽ ആകെ 6 പേരുള്ള അച്ഛൻ, അമ്മാമ്മ, ഞാൻ, അച്ഛൻ, അമ്മ, തുന്തുരു, ഞങ്ങൾ 6 പേരുള്ള. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൊടുത്തിട്ടാണ് നമ്മൾ കഴിക്കുക. ഇപ്പോൾ ഒരു സാധനം നമുക്കവിടെ സ്കൂൾ വിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അല്ലാണ്ട് അങ്ങനെ അമ്മ ഞാൻ അടുക്കളയിൽ നിനക്ക് ഉള്ളത് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് തുറന്നാൽ തന്നെ ഞാൻ ഒന്നുകൂടി ചോദിക്കും, അമ്മ അത് എനിക്കുള്ളത് മാത്രമാണോ, തുന്തുരിനും കൂടി ഉള്ളതുണ്ടാ, അല്ലെങ്കിൽ അച്ഛനും എടുത്ത് വെച്ചിട്ടുണ്ടാ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് നമ്മളത് മുഴുവൻ കഴിക്കുള്ളൂ. ഇത് ചോദ്യവും ഇല്ല, പറച്ചിലും ഇല്ല. നമ്മുടെ അമ്മയൊക്കെ നമ്മുടെ അമ്മയുടെ എന്നൊക്കെ നല്ല ചീത്ത കല്യാണം കഴിഞ്ഞിട്ടും ഞാൻ കേട്ടിട്ടുണ്ട് ചീത്ത പറയണത്. മീൻ കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ മീൻ കഷ്ണം മുഴുവൻ കോരിയെടുത്തുകൊണ്ട് പോകാൻ ബാക്കിയുള്ളവർക്ക് വേണമെന്നുള്ള ചിന്ത വേണ്ടേ? അതൊന്നുമില്ല. ഇവരുടെ സ്വഭാവതായ കാരണം അമ്മ എന്തൊരു ചെയ്യാൻ ചെയ്യും, കൂട്ടാൻ വെച്ചാൽ വേഗം അച്ഛനുള്ളത് മാറ്റി ഒരു ഉള്ളിരടിയിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചേക്കും, വലിയേട്ടനുള്ളത് ഒളിപ്പിച്ചേക്കും. ഇവിടെ എല്ലാവർക്കും ഉള്ള ബാക്കിയുള്ളതാണ് പിന്നെ ചട്ടിയിലുണ്ടാവില്ലേ, അതാണ് എടുക്കുക. അല്ലാണ്ട് ബാക്കിയുള്ളവർക്ക് വിളമ്പിയുള്ളതൊന്നും അങ്ങനെ എടുക്കില്ല. വിളമ്പി വെച്ചത് ഒളിപ്പിച്ചേക്കമ്മ, ഒളിപ്പിച്ച അതിനൊന്നും അമ്മയ്ക്ക് തന്നെ അറിയുള്ളൂ. അല്ല, അതിനൊന്നും എടുക്കില്ല നമ്മള്. മറ്റു എല്ലാവർക്കും വിളമ്പി വെച്ചിട്ടുണ്ടാവും. വലിയ കുടുംബക്കാരനെ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ലാസ്റ്റ് എവിടേക്ക് പോണത്? ബീന പ്രഭാകരൻ, ഗുഡ് മോർണിംഗ് അജുവേട്ടാ. ജഗു, ഈ സോയാബീൻ വെജിറ്റബിൾ ഓയിൽ ആട്ടിക്കഴിഞ്ഞ് വരുന്ന അതിന്റെ ചണ്ടിയാണ്. ഞാൻ അതിന്റെ വീഡിയോ കണ്ടിട്ടുണ്ട് നമ്മുടെ പുത്തേരി ട്രാവൽ ബ്ലോഗിൽ. അത് ഞാനും കേട്ടിട്ടുണ്ട്. അതിന്റെ സോയാബീന്റെ മിൽക്കും അതൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ള ചണ്ടി അതൊന്നും നമ്മളല്ലോ അത് കഴിക്കുന്ന സാധനമാണ് അതൊക്കെ. അതെ. അടുത്തത് സീന സുനിൽ. ഓ, 2 പേര് ഇരുന്ന് കരയാ. ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, പിന്നിലായിരുന്നു. അവിടെ ഗേറ്റ് തുറന്നെടുക്കുക, 2 ആളെ പൂട്ടിട്ടേക്കണേ. സീന സുനിൽ, നിങ്ങളുടെ വീഡിയോ കണ്ടിരിക്കുമ്പോൾ പുറത്ത് പോസ്റ്റ്മാൻ നിങ്ങളുടെ ഉള്ളിലേക്കും കൊണ്ടുവന്നു. വാട്ട് എ കോയിൻസിഡൻസ്. ഉള്ളിലേക്കും വേണ്ടവര് ഈ നമ്പറിലൊന്ന് വിളിച്ചോളൂട്ടാ. വിളിച്ചാൽ മതിട്ടാ. ഉള്ളിലേക്കും കുറെ പേർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്. ഇപ്പൊ നമ്മള് പുതിയ ബാച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അടുത്തത് അജീഷ് വി സി, നമസ്കാരം. സോയ വറുത്ത് കോരിയപ്പോൾ മസാല കപ്പലണ്ടി ഓർമ്മ വന്നു എനിക്ക്. സോയയുടെ മണികളായിരുന്നേ. അടുത്ത് പ്രിൻസിദാസ്, പിറുപിറുന്നനെ തിന്നുപോയി അല്ലേ അജു, എനിക്ക് വയ്യ. എന്താ സരിതേ, തിന്നേണ്ട സാധനങ്ങൾ കണ്ടാൽ അജുവിന് വെപ്രാളം കൂടുമല്ലേ? യെസ്, സ്വാഭാവികം. സിന്ധു സി കെ, ഹലോ. അടുത്തിടെ ഒരു പ്രമുഖ ഓങ്കോളജിസ്റ്റ് പറയുന്നത് കേട്ടു, സോയ നഗറ്റ്സ്, ബ്രെഡ്, സോയാ സോസ് എന്നിവയെല്ലാം ഈ തലമുറയിൽ ക്യാൻസറിന് കാരണമാകുമെന്ന്. ഞാൻ വാങ്ങുന്നത് നിർത്തി, ദയവായി ഇനി ഉപയോഗിക്കരുത്. നമ്മളങ്ങനെ വാങ്ങിക്കാറില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറേ കാലം ഉണ്ടാവും, ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടാവും. അതിങ്ങനെ ജഗ്ഗുന് ഇഷ്ടമായതുകൊണ്ട് അവൻ ഇടയ്ക്ക് പറയും അതിൻ്റെ വല്ല മസാലക്കറി അങ്ങനെ വല്ലതും ഉണ്ടാക്കാൻ പറയുമ്പോൾ ഉണ്ടാക്കും. അങ്ങനെ അതുണ്ടാക്കിയാലും മുഴുവൻ കഴിക്കും. അവൻ തന്നെയുള്ള കഴിക്കാനായിട്ട്, അവനും കുറച്ച് കഴിക്കും. അപ്പം അങ്ങനെ നമ്മൾ വാങ്ങിക്കാറുണ്ടാക്കാറൊന്നും ഇല്ല ഈ പറഞ്ഞ സാധനം. അടുത്തത് മൈ തോട്ട്സ്. ഞങ്ങളുടെയൊക്കെ ബാല്യകാലത്ത് കൊള്ളിയിൽ ഉണ്ടാകുന്ന ഉരുണ്ട കായകൾ കൊണ്ട് പമ്പരം ഉണ്ടാക്കി കളിക്കുമായിരുന്നു. ഉണങ്ങിയ കായകൾക്ക് ക്രീം കളറായിരിക്കും. അതിൽ പേന കൊണ്ട് പല നിറങ്ങളൊക്കെ കൊടുത്ത് പമ്പരം കറക്കും. കർഷക കുടുംബമായിട്ടും അജു ഇത് കണ്ടിട്ടില്ല എന്നറിഞ്ഞപ്പോൾ അത്ഭുതം തോന്നി. ഈ വീഡിയോയിൽ മൊത്തം കമന്റ് അതാണ്. അതിനുള്ള മറുപടി എന്തുട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ തന്നെ വേറൊരാൾ കമന്റ് ഇട്ടുണ്ട്. ചില കൊള്ളികൾക്ക് മാത്രം, കപ്പയ്ക്ക് കൊള്ളിക്ക് മാത്രമാണ് ഈ കായ ഉണ്ടാവുള്ളൂ എന്ന്. ഞാൻ നമ്മുടെ വീട്ടിൽ ഇതുവരെയായിട്ട് ഇത്രയും കൊല്ലങ്ങളായിട്ടുണ്ടല്ലോ കായ ഉണ്ടായിട്ട് കണ്ടിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ വല്ലാണ്ട് മൂത്തുമൊരടിപ്പിക്കാനായിട്ട് നിൽക്കാറില്ല. പക്ഷെ മൂത്തുമൊരടിപ്പിക്കാനായിട്ട് നിൽക്കണ അല്ലാണ്ട് അവിടെ പറിക്കാണ്ട് കിടക്കുന്നുണ്ട്. പക്ഷെ അതുമ്മ ഒരു കായ പോലും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതുമ്മ അത്ഭുതകരമായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ കായ, കൊള്ളിക്കായ. നമ്മൾ പുറമെ ഇഷ്ടംപോലെ കൊള്ളിത്തോട്ടം കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇടകൂടി നടന്നിട്ടില്ല. നമ്മൾ ആപ്പാവഴി കുളപ്പള്ളിയിലെ അജിത്തിന്റെ മറ്റേ സുമ കൊള്ളിത്തോട്ടത്തില് കൊള്ളിക്കായ പൂവ് കണ്ടിട്ടുണ്ട്. കൊള്ളിമ പൂവ്, പക്ഷെ കായ കണ്ടില്ല. അത് നമുക്ക് അന്ന് പൂവ് കണ്ടപ്പോ അത്ഭുതമായിരുന്നു. കൊള്ളിമ പൂവ് കണ്ടപ്പോ. അപ്പൊ അല്ലല്ല, ഇത് നമ്മുടെ സാധാരണ വേളാങ്കി 6 മാസം കൊള്ളിയാണ്, അല്ല 9 മാസം കൊള്ളിയാണ് ഇവിടെ. അതല്ല, അപ്പൊ ഇതാണ് കാരണം കേട്ടാ. അതിനൊരാൾ തന്നെ മറുപടി തന്നിട്ടുണ്ട്. നമ്മൾ കാണാനല്ല, നമ്മൾ കർഷക കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷി എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ കൊള്ളിക്കായ കണ്ടിട്ടില്ല, ഇവിടെയുള്ള ആരും കണ്ടിട്ടില്ല.
അടുത്ത വായിച്ചോ. അടുത്തത് ജിബി ജേക്കബ്. അജു ചേട്ടാ, കൊള്ളിയിൽ കായ ഉണ്ടാകുമ്പോഴാണ് കപ്പ മൂക്കുന്ന സമയം, എന്നിട്ട് വേണം പറിക്കാൻ. നിങ്ങൾ അതിന് മുന്നേ പറിച്ച് ഉപയോഗിക്കുമായിരുന്നു, അതുകൊണ്ടാണ് കപ്പ ചെറുതായി ഇരിക്കുന്നത്. അതിന് വളരാനുള്ള സമയം കൊടുക്കണം. കായ ഉണങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ നടുക്ക് 2 ഇഞ്ച് നീളത്തിൽ ഈർക്കിളി എടുത്ത് അതിൻ്റെ ഉള്ളിൽ കുത്തിയിറക്കി കൈ കൊണ്ട് ചുറ്റിച്ച് തറയിൽ കറക്കി വിട്ടാൽ കുറേ നേരം പമ്പരം കറങ്ങുന്ന പോലെ കറങ്ങും. ചെറുപ്പത്തിൽ ധാരാളം കളിച്ചിട്ടുണ്ട്, എന്നാലും ഇത്രയും കൊള്ളി ഉപയോഗിക്കും നിങ്ങൾ. ഇത് കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത്. ഇപ്പോൾ ഇനിയെങ്കിലും കൊള്ളിയെ മൂക്കാൻ അനുവദിക്കുക. മൂക്കാൻ അതല്ല, ഞാൻ പറഞ്ഞില്ലേ ഇത് കറക്റ്റാണ്. ആ കൊള്ളിയാണെങ്കിൽ അധികം നാളായിട്ടില്ലേ, നമ്മുടെ വീഡിയോയിൽ എടുത്ത് നോക്കിയാൽ അറിയാം. വെറും 8 മാസം ആയിട്ടുള്ള കൊള്ളി നട്ടിട്ട് 8 മാസം അതിൻ്റെ ഉള്ളോ, 8 മാസം അതിൻ്റെ വലിയ മൂത്ത കൊള്ളികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഇതിന് മറുപടി പറഞ്ഞില്ലേ, ചിലത് നമ്മളെ പറിക്കാണ്ട് പോകാറുണ്ട്. നമുക്ക് പറിച്ച് നമ്മുടെ കഴിയില്ല, നമ്മൾക്ക് മാത്രം, വേറെ ആർക്കും ഇവിടെ ആവശ്യമില്ല, എല്ലാവരും നട്ടിട്ടുള്ളതുകൊണ്ടേ. അപ്പം അത് നാശമായി പോകാറുണ്ട് പറിക്കാണ്ട് കിടന്ന് എന്നിട്ട് പോലും അത് കായ കണ്ടിട്ടില്ല. സതി, ഇത്രയും നല്ല കർഷകനായിട്ടും കൊള്ളിയുടെ കായ കണ്ടിട്ടില്ലെന്ന് പറയുന്നത് കേട്ട് അതിശയം തോന്നി. പിന്നെ എങ്ങനെയാണ് നട്ടതിന്റെ പിറ്റേ ദിവസം തന്നെ വേര് വന്നൊന്ന് പറിച്ചു നോക്കല്ലേ, പിന്നെ എങ്ങനെ കായ കാണും? അതിലും സത്യമില്ലാതില്ല. ഇല്ല, കുറെ പേര് മറുപടി അല്ല ഇതിന് കമന്റില്ലേ പറഞ്ഞിട്ട് കൊള്ളിക്കായ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചിട്ട്. സത്യത്തിൽ ഇതാണ് കാര്യം പറഞ്ഞു. അടുത്തത് വിജയലക്ഷ്മി പി. ഞാൻ നേരത്തെ കുറച്ച് കമന്റ് ഇട്ടിരുന്നു, ഒന്നുപോലും വായിച്ചില്ല. ഞാനൊരു റിട്ടയേർഡ് ബാങ്ക് ഉദ്യോഗസ്ഥയാണ്. ഞങ്ങളുടെ നാട്ടിൽ മരച്ചീനി ഉണ്ട്, 4.36 ഉണ്ട്, 4.13 ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ സമയത്തുള്ള എന്തെങ്കിലും ഉണ്ടെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഇന്ദിര കെയർ. കൊള്ളി മൂത്ത് കഴിയുമ്പോൾ അതിൽ കായുണ്ടാവും. അജു ഇതുവരെയും കണ്ടിട്ടില്ലെന്ന് കേട്ടപ്പോൾ അതിശയം തോന്നുന്നു. പണ്ട് കുട്ടികൾ അതിൻ്റെ പുറത്തെ തോല് ഉരിച്ച് കളഞ്ഞ് പമ്പരം ഉണ്ടാക്കി കളിക്കുമായിരുന്നു. അനിലഞ്ചേട്ടൻ്റെ വീട്ടിൽ നിന്നും കൈ നിറയെ നാരങ്ങ പെറുക്കിയെടുക്കുന്നത് കാണുമ്പോൾ കൊതിയാകുന്നു. പാചകമൊക്കെ അടിപൊളി. ഗോഡ് ബ്ലസ് യു ഓൾ. അടുത്തത് ആനന്ദ് തൃശ്ശൂർ. ഇഷ്ടപ്പെട്ടത് ഇഷ്ടമായാൽ ഇഷ്ടപ്പെട്ടത് ഇഷ്ടമാവും, അല്ലെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലല്ലോ. എന്തുട്ടാണ് അതെന്തോ ആ വീഡിയോയിൽ എന്തോ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അതിനെ കുറിച്ചാണ് എഴുതി പോണത്. അല്ല, ഇഷ്ടമില്ലാത്ത സാധനം തന്നെ കഷ്ടപ്പെട്ട് കഴിക്കണമെന്ന് ഞാൻ ചോദിച്ചില്ലേ, അതിനെ കുറിച്ചിട്ട് പറഞ്ഞേക്കാൻ തോന്നുന്നുണ്ട്. അടുത്തത് സവായി. അല്ലെങ്കിലും രാജസ്ഥാനിലെ എല്ലാ വെജിറ്റേറിയൻ വിഭവങ്ങളും നല്ലതാണ്. ഗുജറാത്തിലെയും ഒരു ഫേമസ് ഔട്ട്ലെറ്റ് ഉണ്ട്, മഹാരാജ ഭോഗ് എന്നാണ് പേര്. ബോംബെയിൽ ജുഹു ബീച്ചിന്റെ അടുത്തായി അവർക്കൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഞാൻ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. എല്ലാം നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് എന്ന് വെച്ചാൽ ബഹുകേമം. രേഷ്മിക്കും കുഞ്ഞിനും എല്ലാവിധ ഭാവുകങ്ങളും. അപ്പൊ ഇനി ബോംബെക്ക് പോകുമ്പോൾ നമുക്ക് രാജസ്ഥാൻ ജൂഹു ബീച്ചിലേക്ക് പോവാം. അടുത്തത് ഷീബാകൃഷ്ണൻ. സത്യം സരിത, അജു ഈ കാണിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ദേഷ്യം വരും. ഇത്തിരി ഓവറാണോ എന്ന് സംശയമുണ്ട്. എല്ലാ കാര്യത്തിനും ഭയങ്കര വെപ്രാളമാണ്. അജു ചെയ്യുന്നതല്ല ശരിയെന്നാണ് അജുവിൻ്റെ വിചാരം. സരിത പറയുന്നത് കുറച്ചെങ്കിലും കേൾക്കും അജുവേ. കാണുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വരും. റസി റെമി. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, ചെറിയോൻ പറഞ്ഞാൽ ചെവിട്ടിൽ കേൾക്കണമെന്ന്. കുറച്ചൊക്കെ സരിതേച്ച് പറഞ്ഞ് കേൾക്കും അജു ചേട്ടാ. പറയുന്നതിൽ കാര്യമുണ്ട്. വെറുതെ കുറെ പണിയെടുത്തിട്ട് കാര്യമില്ലല്ലോ, എടുക്കുന്ന പണിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടണ്ടേ. അടുത്ത ജി വിനോദ് നായർ. സരിത ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് പറഞ്ഞാൽ അജുവിനൊരു തോന്നലുണ്ട്, അത് പ്രകാരം മാത്രമേ കാര്യങ്ങൾ ചെയ്യൂ. വളപ്രയോഗത്തിൽ അപാകത കൊണ്ടാണ് വിളവ് കുറയുകയോ ചെടികൾ നശിക്കുകയോ ചെയ്യുന്നത്. അധികമായാൽ അങ്ങനത്തെ കമന്റുകളെ, അതായത് നമ്മുടെ കൃഷിയിൽ നമുക്ക് വിളവ് കുറയുന്നതാണ് മെയിനായിട്ടുള്ള കാര്യം പറയണത്. പിന്നെ നീ പറയണത് വളം കൂടുതൽ കുറെ ചേട്ടൻ ഇപ്പൊ ആ ഉള്ളിയുടെ കടക്കലൊക്കെ കുറെ ചാണം വെച്ചിട്ട് മണ്ണിട്ടേക്കാം. അപ്പൊ മിക്കവാറും ആ ഉള്ളി ചീഞ്ഞു പോവും, അല്ലാണ്ട് അതിൽ നിന്നൊന്നും കിട്ടും. അല്ല, അത് ഒരു പരീക്ഷണം കേട്ടോ. അതിന്റെ തൊട്ടപ്പുറത്തേന് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ചാണം കലക്കി ഒഴിച്ചാൽ മതി. ആഴ്ചയിൽ ഒരിക്കൽ ചാണം കലക്കി ലൂസാക്കിട്ട് ഒഴിച്ചു. അതങ്ങനെ. അപ്പൊ രണ്ടും തമ്മിലുള്ള വിളവ് വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കിട്ടിയാൽ മതി എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. ജൈവ കൃഷിയാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു ഇതിൽ നിന്ന് വേണമെങ്കിൽ മാക്സിമം ഒരു 250 രൂപ കിട്ടും. ഇപ്പോൾ ഇംഗ്ലീഷ് വളം ചേർത്തു ഗംഭീരമായിട്ട് മരുന്നടിച്ച് ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 750 രൂപ വരെ പച്ചക്കറി നമുക്ക് ഒരു ട്രിപ്പിൽ ഒരെണ്ണത്തിന് കിട്ടുന്ന വിചാരിക്കുക. പക്ഷേ ഞാൻ അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. ഞാനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യം നമുക്ക് പണിയെടുക്കുമ്പോൾ നമുക്ക് ശരീരത്തിന് നല്ലൊരു വ്യായാമമാണല്ലോ, നമുക്ക് ആരോഗ്യം കിട്ടും. അപ്പോൾ ഈ 750 രൂപ വരെ സാധനം കിട്ടുന്നതിനേക്കാൾ ഉപരി അത് ഇപ്പോൾ കണ്ടമാനം കിട്ടിയിട്ടൊന്നും കാര്യമില്ല, അവിടെ ഇവിടെയൊക്കെ നാശമായി പോവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അവിടെ മാർക്കറ്റിലൊന്നും കൊണ്ടുപോയി കൊടുക്കാൻ പോകുന്നില്ല, ഇവിടെ കൂടുതൽ വിളവുണ്ടായാൽ തന്നെ. പക്ഷേ നമുക്ക് പണിയെടുക്കുമ്പോൾ കിട്ടുന്ന ആരോഗ്യമില്ലേ, അതിന് ലക്ഷങ്ങളുടെ മൂല്യമുണ്ട്. നമുക്ക് ഒരിക്കലും അത് കിട്ടില്ല. നമുക്ക് വയറ് ചാടാണ്ടിരിക്കുന്നതും അത്യാവശ്യം ഫിറ്റായിരിക്കുക, എന്താ പറയുക,
അതെ, ആ ഫിറ്റായിട്ടിരുന്നോ, ആരോഗ്യത്തോടെ ഇരുന്നു. അതിന്റെ ഒപ്പം ഈ കുഞ്ഞു കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ ആരോഗ്യം കിട്ടും, അതിന്റെ ഒപ്പം വിളവും കിട്ടുമല്ലോ എന്നാണ് പറയുന്നത്. അടുത്തത് പെഗാസസ് ടൈപ്പിംഗ്. 56 years ഉണ്ടോ അജു ചേട്ടാ? കണ്ടാ പറയൂലാട്ടാ. ഈ അടുത്ത് നിങ്ങളുടെ ഒരു ചേമ്പേർ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടു. അതിൽ അമ്മ ഉണ്ടാക്കുന്നത്. അതിൽ നിങ്ങളെ കണ്ടാൽ ടോവിനോയെ പോലെ ഉണ്ടായിരുന്നു. ഇത് വായിച്ചപ്പോഴാണ് ഇവിടെ മനഃപൂർവ്വം കോട്ടുമായിട്ടാണ് എടുത്തതാണ് ചേട്ടനെ. എനിക്ക് 56 വയസ്സും ഒക്ടോബർ നവംബർ 56 വയസ്സും 80 ദിവസമായി എൻ്റെ പ്രായം. പാവം ഞാൻ 43 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. 13 വയസ്സിന്റെ വ്യത്യാസമായി ഇപ്പോൾ നമ്മൾ തമ്മിൽ. ഇപ്പൊ ഈ ഒരു മാസം കറക്റ്റ് 28 ദിവസം കഴിഞ്ഞാൽ നിനക്ക് 44 വയസ്സായി. അതുവരെ 13 വയസ്സിന്റെ വ്യത്യാസം. അതെങ്ങനെയാണ്ടി 28 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനുവരി 18 തീയതി സരിതയുടെ പിറന്നാളാണ്. അപ്പൊ 44 വയസ്സായി. അപ്പൊ എങ്ങനെയാണ് വരുന്നത്? അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ അതിന്റെ തലേദിവസം വരെ 43 വയസ്സല്ലേ. 12.25 വയസ്സിന്റെ വ്യത്യാസം. അങ്ങനെ പറയും. ഒന്നുമില്ല കേട്ടാ, ഇതൊക്കെ ഞങ്ങൾ വെറുതെ പറയണതാ. അടുത്തത് KA ജോയ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തർക്കിക്കാറുണ്ട്, വെറുതെ ഇരുന്നിട്ട് പറയും. KA ജോയ് കള്ളിക്കാടൻ. ഇനി നോക്കാം കുറ്റിപ്പയർ ഉണ്ടാകുമോ എന്ന്. എന്റെ കുറ്റിപ്പയർ ദൈവങ്ങളെ എന്ന് വിളിച്ചില്ലല്ലോ എന്ന്. അത് പറിക്കുമ്പോഴാണ് നമ്മൾ വിളിക്കുക മെയിനായിട്ട്. അതെ, നടുമ്പോഴും മര്യാദക്ക് പഠിക്കില്ല, പരീക്ഷ ശരിക്കും എഴുതില്ല, ഇത് പേപ്പർ ടീച്ചർ കൊണ്ടുവന്നിട്ടില്ല. എന്റെ ദൈവമേ, നിനക്കത് ഓർമ്മയുണ്ടാ? ഞാനൊക്കെ എങ്ങനെയായിരുന്നു. പഠിക്കുകയൊക്കെ ചെയ്യും. പേപ്പർ കൊണ്ടുവരണ സമയത്തുള്ളൊരു പ്രാർത്ഥനയുണ്ട്. അത് പ്രാർത്ഥിച്ചിട്ട് എന്തിട്ട കാര്യല്ലേ? ഓൾറെഡി അതിലും മാർക്ക് പേപ്പർ നോക്കലും എഴുതലും കഴിഞ്ഞു. അങ്ങനെ ശരിക്കും നമ്മളുടെ ലൈഫുമായിട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നടക്കും. ഞാനങ്ങനെ വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നടക്കാൻ പോകും, ഇതൊക്കെ മുന്നേ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വരൂ. എന്നിട്ട് നമ്മൾ കുറേ പ്രാർത്ഥിക്കും, അങ്ങനെ വരല്ലേ, ഇങ്ങനെ വരല്ലേ, അത് ഉണ്ടാവണേ, ഇതുണ്ടാവണേ, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥിക്കാൻ ഓരോരോ കാരണങ്ങൾ. അല്ല, പ്രാർത്ഥിക്കുന്ന മനസ്സിന് ശാന്തത കിട്ടാനും മനസ്സിന് ആശ്വാസം കിട്ടാനും കൂടി. അതുപോലെ പറക്കാൻ നേരത്താണ് ചേട്ടൻ പ്രാർത്ഥിക്കുക. അടുത്തത് ഉഷാ ഷാജി. എൻ്റെ സരിതയെ തുറന്ന് പറയുന്ന രീതി എനിക്കിഷ്ടമാണ്. ഞാനിങ്ങനെയാണ്. സരിത അവതരിപ്പിക്കുന്ന രീതി കണ്ട് അജുവിൻ്റെ മറുപടി കേട്ട് ചിരിച്ച് മണ്ണ് കപ്പി. അടുത്തത് ജോബി അച്ചായൻ. നിങ്ങളുടെ വീഡിയോ കാണാൻ നല്ല രസമാണ്. എൻ്റെ വാഴ പയർ കാണിക്കണേ. ആളാണ് ഈ വാഴക്കല്ലും പയറും വെക്കാൻ പറഞ്ഞോടുന്നുണ്ട് ജോബി അച്ചായൻ. ജോബി അച്ചായൻ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, വാഴക്കല്ലും പയറും നമ്മൾ വെച്ചത്. അടുത്ത് ചീർബായ് 2856. എനിക്ക് പറഞ്ഞ ടോവിനോന്റെ എനിക്ക് മോശമായിരുന്നില്ല ടോവിനോ തോമസിന്റെ. അത് പിടുത്ത് പറയാൻ അല്ല, അതിനെ കുറിച്ച് പറഞ്ഞില്ലേ ആ കമന്റില് നമ്മള് മറ്റേ കാര്യങ്ങൾ പറഞ്ഞു ഇല്ലേ? ഇപ്പൊ ടോവിനോ തോമസിന് പറഞ്ഞു നീ കോട്ടുമായിട്ട് നീ വായിച്ചോ? ചീരബായി കമന്റ് വായിച്ചോ? ഞാൻ തെറ്റി പറഞ്ഞാണ് കേട്ടാ, സോറിട്ടാ. വായിക്കണി ഇതാ പോലെയാണ് ഇവിടെ ഓരോ ഇതുകള്. ഇതിപ്പോ ഇതില് എടുക്കണ കാരണം അത് ആ ടോവിനോന്റെ പോലെ ഉണ്ട് എന്നുള്ളത് ചേട്ടനെ ഒന്ന് എന്നിട്ട് പറയാ, ഒരു ഉൾപ്പുളകം കൊള്ളിച്ചു. അപ്പൊ അതിന്റെ പേരിൽ വന്നിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ്. എനിക്ക് എന്റെ മോചായനെ മതി. എന്താ ഞാനതിൽ ആനന്ദം കൊള്ളണമെന്നില്ല. പിന്നാളെ മോചനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് ചെയ്യണമെന്നില്ല. എന്തിന്? എനിക്ക് എൻ്റെതായ വ്യക്തിത്വം ഉണ്ട്. ആ വ്യക്തിത്വത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. എന്താ അതല്ല എന്റേതായ ഷേപ്പില് കല്യാണം കഴിഞ്ഞ ഉടനെ എപ്പോഴും വന്നിട്ട് പറയും എന്നെ എല്ലാവരും ഷാരൂഖ് ഖാന്റെ പോലെ എന്നാ പറയാറ്. അങ്ങനെ ഒരു ചുക്കും പറയില്ലേ? ഞാനല്ല പറഞ്ഞിട്ടാ, നോക്കിയാ ഞാനല്ല പറഞ്ഞത്. സാരിധാര ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ സരിതാര അച്ഛൻ്റെ കൂട്ടുകാരനെ ആരാണ്ട് പറഞ്ഞതാണ്, അല്ലാണ്ട് ഞാൻ അച്ഛൻ വന്ന് പറഞ്ഞത് അല്ല. അത് പറയുമ്പോഴത്തെ ചേട്ടൻ്റെ മുഖം അല്ലെങ്കിലോ ചുമപ്പ് കളറാണ് മുഖം, ഒന്നുകൂടി ചുമക്കും അത് പറയുമ്പോ. ഇപ്പൊ അങ്ങനെ അതൊന്നും കേൾക്കണമെന്നൊന്നുമില്ല. അയ്യോ, ചിരിക്കാൻ ഓരോരോ കാരണങ്ങള് ചിരിപ്പിക്കാൻ. വായിച്ചു അയ്യോ, കണ്ണീന്നൊക്കെ വെള്ളം വന്നു.
അടുത്തത് ചിയർബായ്. പാവം, ആളുടെ പേരും തുട്ടണോ ശരിക്കും. 2856 അവൻ ക്യാമറാമാൻ തിന്നില്ലെന്ന് പറഞ്ഞത് അവന് സമയത്ത് കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എല്ലാവരും കഴിക്കുന്നതിൻ്റെ ഒപ്പം കൊടുക്കാത്തത് കൊണ്ടോ ആയിരിക്കാനാണ് സാധ്യത. അഭിമാനം അവനെ കൊണ്ട് അങ്ങനെ പറയിച്ചു. അങ്ങനെ പറഞ്ഞാൽ പിന്നെ അവസാനം മിച്ചം കഴിക്കുന്നത് ഒഴിവാക്കാമല്ലോ, എൻ്റെ തോന്നലാണ്. അങ്ങനെയൊന്നുമില്ല, അവൻ ഉച്ചയ്ക്ക് പോലും ഭക്ഷണം കഴിക്കൽ നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ഭക്ഷണം അത് ഇപ്പം നമ്മളിപ്പോൾ വറുത്ത് കോരി വയ്ക്കുമ്പോഴൊക്കെ ഇപ്പോൾ ചേട്ടനും ജഗ്ഗും അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ കഴിക്കണ കൂട്ടത്തിൽ അവന് താല്പര്യമുള്ള സാധനമാണെങ്കിൽ അവനും എടുത്ത് കഴിക്കും. അതിന്ന് അല്ല നമ്മളെടുത്ത് കൊടുക്കും. അത് ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവന് കഴിക്കണതോ അവന് കൊടുക്കണതോ ഒന്നും വീഡിയോയിൽ വരുന്നത് അവന് ഇഷ്ടമല്ല. ഞങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും വീഡിയോ വരുമ്പോൾ അത് കാണില്ല, അവനത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. അവനാണല്ലോ എഡിറ്റ് ചെയ്യണേ. അപ്പം ആൾക്ക് അങ്ങനത്തെ അതൊന്നും വരണത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അതിൽ കാണാത്ത. നമ്മൾ കൊടുക്കാത്തതല്ല. അപ്പം നമ്മൾ വിനീത് ഷൂട്ട് ചെയ്യണ സമയത്ത് വന്നിട്ട് അവൻ കഴിക്കണത് എല്ലാ വീഡിയോയിലും കാണിക്കാറില്ലേ, അവന് കൊടുത്തിട്ട് അവന് ഇരുന്ന് കഴിച്ചിട്ട് കഴിച്ച അവന് അഭിപ്രായം പറയണതൊക്കെ വീഡിയോയിൽ വരാറുണ്ട്. പക്ഷെ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറാണല്ലോ. പ്രത്യക്ഷപ്പെടാൻ ഭയങ്കര ഇഷ്ടമല്ല. എന്നാ ചില വീഡിയോയിൽ അവനായിട്ട് തന്നെ അവനെ കാണിക്കുകയും ചെയ്യും. അതൊക്കെ അവരുടെ ഓരോ താല്പര്യം. അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. അല്ലാണ്ട് നമ്മള് ഒരാളുടെ മുഖത്ത് നോക്കി അങ്ങനെ തിന്നോ കൊടുക്കാണ്ട് ചെയ്യില്ലല്ലോ. പ്രത്യേകിച്ച് ഞാൻ. സിന്ധു CK. Oh, seeing this curry took me back to my childhood days. My mom used to cook this, and like Ajju Chetan, I too used to eat all the pieces. Thank you for this curry. Will surely make. Sarida, your helper made look so beautiful. കറുപ്പിന് അഴക്. ഇത് മോരും ചേമ്പും വെച്ചത് ആ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആളുടെ അമ്മയും വെക്കാറുണ്ട്. ജ്യൂസ് കുടിക്കാൻ പോവല്ലേ ഞാൻ ഇടയ്ക്ക്. 8 മണിയല്ലേ. പലർക്കും ഇഷ്ടമുള്ള സാധനം ചേമ്പ് മോര് കറി. ആ ചേച്ചിയും ചേട്ടന്റെ പോലെ അതൊക്കെ എടുത്ത് പറക്കി തിന്നുന്നു അതിന്ന് കൂട്ടാലത്തെ. അപ്പൊ നമ്മൾ ഒരേ വൈബാണ്. ഇനി വലിയ വാക്കുകളൊക്കെ പറയട്ടെ. പിന്നെ നമ്മുടെ സുജിതനാണ് നല്ല ഭംഗിയുണ്ടെന്ന്. സുജിതൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ എപ്പോഴും ചിരിക്കില്ല അവള്. മേവിഷ്, എനിക്ക് ചോറ് കഴിക്കാൻ തീരെ ഇഷ്ടമില്ല ഈയിടെയായി. പക്ഷെ നിങ്ങൾ കൂട്ടാൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കൊതി വരും. എന്തോ ഒരു പ്രത്യേകത ഉണ്ട് ആ വാക്കിന്. കൂടാതെ അജുവേട്ടൻ്റെ ASMR ചോറ് കുഴയ്ക്കലും കഴിക്കലും പിന്നെ എരിവലിക്കുന്നതും ഒക്കെ കൂടി കൊതി കൂടും. ഒരു ചോറ് കഴിച്ച ഫീലാണ്. ഇഷ്ടമുള്ള ആളുകളുണ്ട്. കുറച്ച് പേര് മൈക്ക് മാറ്റി വെച്ചിട്ട് കഴിക്കാൻ പറയണവരുണ്ട്. കുറച്ച് പേർക്ക് അതിഷ്ടമാണ്. സുഹറ ACS, എനിക്ക് വോയിസിലൂടെ റിപ്ലൈ നന്നായി ഇഷ്ടപ്പെട്ടു. സരിത എന്നോട് സംസാരിക്കുന്ന പോലെ തോന്നി. താങ്ക്സ്. പിന്നെ ഈ ചേട്ടൻ എന്തിനാ പാടുപെട്ടി പുളി കഴിക്കുന്നത്? ചോറ് വാരി കഴിക്കുന്നത് സരിതയ്ക്ക് വാരി കൊടുക്കുന്നതും കാണാൻ നല്ല രസമാണ്. എനിക്കറിയില്ല എന്തിനെങ്ങനെ കഷ്ടപ്പെട്ട്. അതുപോലെ എവിടെയെങ്കിലും മുളക് മറ്റേ കാന്താരി മുളകോ പച്ചമുളകോ കണ്ടാൽ അത് പൊടിച്ച് തിന്നാ. ഇങ്ങനെയൊക്കെയുള്ള ഓരോ കലാപരിപാടികൾ കാണിക്കും. എന്തിനാണെന്ന് എനിക്കറിയില്ല. ബിന്ദു അജി, ആട്ടകലാശത്തിലെ പാട്ടിലെ എക്സ്പ്രഷൻ പോലെയുണ്ട് അജുവിന്റെ പുളി തിന്നൽ. അതില് കണ്ണിൽ മുള്ളു ആ പാട്ടാണോ? അതില് വേറൊരു ക്യാമറ ഉണ്ട് സിൽക്കിന്റെ ഇങ്ങട്. ഇനി അതിലത്തെ എക്സ്പ്രഷൻ ഈ അനുരാധ പാടിയിട്ട് വരുന്നതില്ലേ? അനുരാധ സിൽക്ക ആരാണപ്പോ? രണ്ട് പാട്ടുണ്ട് അതില്. നാണമാകുന്നു. വേറെയും പാട്ടുണ്ട്. ഏതേലാട്ടെ ഞാൻ പാടാം. ചുണ്ടുകൾ തേനല്ലികൾ ആ പാട്ട് രണ്ട് ശരിയല്ല. രണ്ട് പാട്ടിലും ആ പുള്ളിന്റെ എക്സ്പ്രഷൻ കിട്ടും. എനിക്ക് പാട്ട് ഓർമ്മയില്ല. ഇനി ഒരു ദിവസം അതിരുന്ന് യൂട്യൂബിൽ കണ്ടോക്ക് പടം. ശരി തന്നെയാണ്. അപ്പൊ ആട്ടകലാശം എല്ലാവരും കണ്ടു നോക്കിട്ടാ. എന്തിന് ചേട്ടനോട് കണ്ടെങ്കിൽ ചേട്ടനല്ല എക്സ്പ്രഷൻ ഇട്ടത്. മനസ്സിലായി. അടുത്തത് ഇസ്മയിൽ കറുകപ്പാടം എന്നാണ് തോന്നുന്നുണ്ട് കേട്ടാ. ഫുള്ള് കാണാനില്ല. ചാളയുടെ മുട്ട പലിഞ്ഞീൻ എന്ന് ഞങ്ങൾ പറയും. പലിഞ്ഞീൻ തന്നെ നമ്മൾ പറയാ. ചാളയുടെ മുട്ട മാത്രല്ല എല്ലാ മീന്റെയും മുട്ടേനെ നമ്മൾ പലിഞ്ഞീൻ എന്നാ പറയാ. ചാള ഇല അങ്ങനത്തെ മീനുകളുടെ ടേസ്റ്റ് വലിയ മീനുകളുടെ കിട്ടില്ലേ 1 കിലോ ഒക്കെ ആയിട്ട് നമ്മൾ പലിഞ്ഞി മാത്രം. അതെനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നത്. ഇതിനല്ല ടേസ്റ്റ് വറക്കുമ്പോ.
ചേമ്പും ചാളയും സൂപ്പറാണ്. ചേമ്പും ചാളയും നമ്മൾ വെക്കുവോ? ചേമ്പും ചാളയും അമ്മ വെക്കും, നമ്മൾ വെച്ചിട്ടില്ല, നമുക്ക് കഴിക്കണം. ശ്രീജ വീഡിയോ കണ്ട പാടെ കമന്റ് ഇട്ടിരുന്നു. റിപ്ലൈ വന്നോ എന്ന് നോക്കിയപ്പോ എന്റെ കമന്റ് കാണുന്നില്ല. ആഡ് ആയില്ല എന്ന് തോന്നുന്നു. കുറെ പേർക്കുണ്ട് ഈ പ്രശ്നം. ആ കമന്റ് യൂട്യൂബിന്റെ കളയും. എന്തിനാന്ന് നമുക്കറിയില്ല. ഞങ്ങൾ കളയണതല്ല കേട്ടാ. ഇന്നത്തെ കറി എൻ്റെ വീട്ടിൽ അച്ചമ്മ വെച്ച് കഴിച്ചിട്ടുണ്ട്. നൊസ്റ്റാൾജിയ വന്നു. കുറെ കാലമായി കഴിച്ചിട്ട്. വീട്ടിൽ തന്നെ ഉണ്ടായ ചേമ്പെടുത്ത് വെക്കും, നിങ്ങൾ ചെയ്ത പോലെ. ഇപ്പോൾ ആരും കഴിക്കാത്തത് കൊണ്ട് വെക്കാറില്ല. ഒരാൾക്ക് വേണ്ടി വെക്കാൻ മടിയാവില്ലേ? അത് ശരിയാ. അപ്പോൾ ഒരാൾക്ക് മാത്രം ഈ കൂട്ടാം, അപ്പൊ ബാക്കിയുള്ളവർക്ക് വേറെ കൂട്ടാൻ വെക്കണം. ബാക്കി കളയേണ്ടി വരില്ലേ? അതാണ് ഞാൻ തപ്പിത്തടഞ്ഞു വായിക്കണേ. ബാക്കി കളയേണ്ടി വരില്ലേ? ഇതുപോലെ നാടൻ കറികളും ചുറ്റുപാടും നാടകം, അധോലോകം എല്ലാം ഇഷ്ടമാണ്. മറ്റുള്ള വീഡിയോസ് കാണാറുണ്ടെങ്കിലും കമൻറ്റ് നിങ്ങളുടെ വീഡിയോസിന് മാത്രമേ ഇടാറുള്ളൂ. ഫാമിലി ആഘോഷങ്ങളും കൂട്ടായ്മയും പാചകവും എല്ലാം ഇഷ്ടം. സന്തോഷം. അടുത്തത് ആൻസ്. ഹായ്, ഹലോ. അജു, സരിത, ജഗുമോൻ അടുക്കളത്തോട്ടത്തിലെ പണികൾ തകൃതിയായിട്ട് ചെയ്തു. ഇൻ ദ റിമെമ്പറൻസ് ഓഫ് അമ്മ ചെറുചേമ്പ് പ്ലസ് കർഡ് ഇട്ട കറി ഉണ്ടാക്കി. ഇറ്റ് ഇസ് വെരി ടേസ്റ്റി ടു ഹാവ് വിത്ത് റൈസ് ഇൻസ്റ്റെഡ് ഓഫ് പപ്പടം. ചാള ഫ്രൈ ഉണ്ടെങ്കിൽ കേമമായി. അജു ഇരുമ്പുളി തിന്നുന്നത് കണ്ടപ്പോൾ പല്ലുകളിൽ പുളിപ്പ് തോന്നിപ്പോയി. ലവ് യു ഓൾ, ഗോഡ് ബ്ലസ് യു. ശരിയാ, നമുക്ക് തന്നെ ഒരു പുളി വരും. ഞാൻ ആ വശത്തേക്ക് നോക്കിയില്ല, അത് കാരണം. ടേസ്റ്റ് ഓഫ് കേരള. ഹായ് സരിത, അജു. ഞാൻ നിങ്ങളുടെ അജൂസ് വേൾഡ് കണ്ടിട്ട് കുറച്ച് നാളെ ആയുള്ളൂ. ഇപ്പം ഞാൻ നിങ്ങളുടെ ചാനലിൻ്റെ അഡിക്റ്റായി. എന്തോ മാജിക് ഉണ്ട് നിങ്ങളുടെ ചാനലിന്. ഒരു പ്രാവശ്യം കണ്ടാൽ പിന്നെ നിർത്താൻ തോന്നില്ല. പിന്നെ ഓൾഡ് വീഡിയോ കാണും. എൻ്റെ മോള് കളിയാക്കും, അമ്മ അജൂസ് വേൾഡിനെ കണ്ട് നെറ്റ് തീർക്കും എന്ന്. എനിക്ക് അജുവിൻ്റെ വർത്തമാനം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പഴയ കാലത്തെ കാര്യങ്ങൾ, കറികൾ, ഇതൊക്കെ ഞാൻ എൻ്റെ മക്കളോടും പറയും. അതുകൊണ്ടാണ് കൂടുതലും ഇത് കാണാൻ തുടങ്ങിയത്. തൃശ്ശൂർ വന്നാൽ എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വരണം എന്നുണ്ട്. എന്നാണോ ആവോ? എനിക്ക് നാട്ടിൻപുറവും കൂട്ടുകുടുംബം ഒക്കെ വളരെ ഇഷ്ടമാണ്. ഓക്കെ, നിർത്തുന്നു. ഇല്ലെങ്കിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും. നോ പ്രോബ്ലം, എഴുതിക്കോ, തീർച്ചയായിട്ടും വരണം. അടുത്ത് ഷക്കീർ. നമസ്കാരം. പിന്നെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോസ് വേണം കേട്ടോ. കേക്ക്, പള്ളിയുടെ ഒരുക്കം, വീടുകൾ ഒരുക്കുന്നതിൻ്റെ വീഡിയോ ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളിലൂടെ ഞങ്ങൾക്കത് ആസ്വദിക്കാൻ പറ്റും. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ബിന്ദു ധനജൻ. ഇന്നലെ വഴക്കല്ലയും പയറും, ഇന്ന് ചേമ്പ് പുളിശ്ശേരി. അടിപൊളിയായിട്ടുണ്ട്. അജു ചേമ്പ് നന്നാക്കാൻ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് എൻ്റെ മരിച്ചുപോയ അമ്മാമ്മയെ ഓർമ്മ വന്നു. എനിക്ക് കഴിച്ചൊറിയും, പക്ഷെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടാ. ഇരുമ്പുളി തിന്ന് അജു എൻ്റെ പല്ല് പുളിപ്പിച്ചു. വോയിസ് റിപ്ലൈ എനിക്കും വേണം കേട്ടോ. കൈയും കാലും നീട്ടിയിരുന്നിട്ട് അമ്മമാരെയൊക്കെ ഇങ്ങനെ പണ്ട് കാലത്ത് ചൂലുഴിയില് ഇങ്ങനത്തെ ഓരോ സാധനം നന്നാക്കല്. അതെ, അത് നമ്മുടെ ഇപ്പോഴുള്ള ഒരു 40-45 വയസ്സുള്ളവർക്ക് മുകളിലുള്ളവർക്കൊക്കെ നല്ല ഓർമ്മയുണ്ട്. പ്രായം നിലത്തിരിക്കുള്ളൂ അവര്. അവർക്ക് ഇപ്പൊ നമുക്ക് തന്നെ നിലത്തിരുന്ന് കഴിഞ്ഞാൽ എണീക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെയല്ലേ പലർക്കും. അവർക്ക് എണീക്കാനും ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. നിലത്തിരുന്നിട്ട് കൂളായിട്ട് അവർ എണീറ്റ് പോകും. അപ്പൊ നിലത്ത് ഇങ്ങനെ കാലം നീട്ടി ഇവിടെ ഇങ്ങനെ മറ്റേ വെറ്റില ഇതൊക്കെ ഇടിക്കണ സാധനം ഉണ്ടാവും ചിലപ്പോ, മുറുക്കാനൊക്കെ അല്ലേ. വിമല. അജൂസ് ഫാമിലി മെമ്പേഴ്സ്. സരിത വീഡിയോ രാവിലെ കണ്ടു. അടുക്കളയിൽ ഒത്തിരി ജോലി ഉണ്ടായിരുന്നു. കമന്റ് ഇടാൻ താമസിച്ചു. ഈ ചേമ്പിന് താമരക്കണ്ണൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഇതിന്റെ ഇലകൾ നല്ല ഭംഗിയാണ്. അങ്ങനെയല്ലേ? പേരുകൾ ചിലപ്പോൾ വ്യത്യാസം വരും. സരിത വായിച്ച പാചകക്കുറിപ്പ് ചിരിച്ചു മരിച്ചു. അജുബ്രോ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ശരിയാണ്. അടുക്കളയിൽ കയറി നല്ല സാധനങ്ങൾ മൊത്തം തിന്നു തീർക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ബാല്യകാലം ഓർത്തു. രുചി കൂടിയ സാധനങ്ങൾ അമ്മയോട് വീണ്ടും ആവശ്യപ്പെടും. നിങ്ങളുടെ വീഡിയോ ഒരു മടുപ്പും തോന്നില്ല. വോയിസ് ഇടാൻ മറക്കണ്ട. ഓൾ ദ ബെസ്റ്റ്. അതായത് ഞാൻ നമ്മുടെ കാര്യം തുറന്നു പറഞ്ഞു. നമ്മൾ എടുക്കണമെന്നുള്ള സത്യം നമുക്ക് ആ കുറ്റസമ്മതം ശരിയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഭൂരിഭാഗം പേരും ഇത് പറയില്ല, മനസ്സിലായ. കാരണം അത് നമ്മുടെ ഒരു പോരായ്മയാണല്ലോ. പൊതുജനങ്ങളെ അറിയുമ്പോൾ നമുക്ക് അത് നാണക്കേടാണല്ലോ. ഞാനങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കുറവുകളാണ് കൂടുതൽ ഇതിൽ നമ്മുടെ വീഡിയോകളിൽ വരുന്നത്. അപ്പോൾ എന്നെ പോലെ കണ്ടമാനം പേരുണ്ട്, അനേകം പേരുണ്ടെന്ന് മനസ്സിലായി. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഭക്ഷണം കഴിക്കുന്ന സുജിത് പേരുണ്ട്. അപ്പൊ ഇതുപോലെ കണ്ടമാനം പേരുണ്ട്. ഇപ്പൊ അവൾക്കും ചേമ്പ് ഭയങ്കര ഇഷ്ടം. അവളും വീട്ടില് ഉണ്ടാക്കണ സമയത്ത് പണ്ട് അതിന്ന്
കൂട്ടാനിന്ന് പോയിട്ട് അത് മാത്രം പറക്കി തിന്നും. അപ്പൊ അങ്ങനത്തെ കുറെ ആളുകളുണ്ടെന്ന് ഇപ്പൊ കമന്റിൽ കണ്ടില്ലേ. അപ്പൊ ഞാൻ മാത്രമല്ല എന്ന് മനസ്സിലായില്ലേ നിനക്ക് ഇപ്പൊ? മനസ്സിലായി. ഹരിഹർ നഗറിൽ പറഞ്ഞ അവനോടിണ്ട്. മധു ശിവശങ്കരൻ, ഞങ്ങൾ ചാളയിൽ ചീമച്ചേമ്പ് ആണ് ഇടുന്നത്, പിന്നെ കപ്പയ്ക്ക, താള് ഇവയൊക്കെ ഇടും. ചാള നെയ്യ് മുഴുവൻ ഇവ വലിച്ചെടുക്കും, അപ്പോൾ ടേസ്റ്റ് കൂടും, പിന്നെ വയറ് കേടുവരില്ല. ചാള നെയ്യ് മാത്രം ചെന്നാ വയറ് കേടുവരും. ചാള നെയ്യ് മാത്രല്ല, അതുകൊണ്ടാണ് നെയ്യ് ചാളയിൽ ഈ കഷ്ണങ്ങൾ ഇട്ട് പണ്ട് വെച്ചോടുന്നത്. അത് തന്നെ കഴിക്കുമ്പോൾ വയറിന് കേടുവരണ കാരണം ഈ നെയ്യ്. പക്ഷെ നെയ്ച്ചാളയുടെ ടൈമിലുള്ള അതിന്റെ മണം ഉണ്ടല്ലോ പൊന്നോ. കറി വെച്ചിട്ട് അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞാലും വീടിന്റെ ഉള്ളിൽ മൊത്തം ആ സ്മെല്ലായിരിക്കും ഈ ചാളര അല്ലേ. മിനി റാമോള, സരിത വീഡിയോ അവസാനം വരെ കണ്ടു, പക്ഷെ ടോർച്ചിന്റെ പേര് പറഞ്ഞില്ലല്ലോ. എന്റെ ദൈവമേ, സോറി 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 സോറി. ആ ടോർച്ചിന്റെ പേര് കുറെ പേര് ചോദിക്കുന്നുണ്ട്. അത് മറക്കും, വീഡിയോ എടുക്കണ സമയത്ത് മറക്കും. അത് അതിന്റെ ലിങ്ക് അടക്കം തരുന്നുട്ടാ. ഇനി എടുക്കണം, ഷൂട്ട് ചെയ്യണ വീഡിയോ ഏതാ ചൈല് ഉറപ്പാണ്. ശ്രീസന്ധ്യ, അജുവേട്ടൻ ഷീറ്റ് ഇട്ടപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു താമസിയാതെ അത് കളയുന്നു. അതല്ല, അതിന് അതിൻ്റെതായ കാരണമുണ്ട്. അതായത് അതിന്റെ അടിയിലേക്ക് വെള്ളം മാടമ്പള്ളിയിലെ മനോരോഗി ചെയ്യുന്ന എല്ലാ കാര്യത്തിന്റെ പിന്നിലൊരു കാരണം ഉണ്ടായിരിക്കും. തന്നെ മാടമ്പള്ളിയിലെ മനോരോഗി, താമരശ്ശേരിയിലെ മനോരോഗി. അടുത്ത് രാധാമണി, അജു സരിത ഇന്നത്തെ ചേമ്പ് കറിയും കണ്ടു. അജു പറഞ്ഞില്ലേ അമ്മ എല്ലാ കഷ്ണങ്ങളോടും അങ്ങനെയാണ്, പെണ്ണുങ്ങൾ ഏത് പച്ചക്കറി കഷ്ണം കിട്ടിയാലും അതൊരു കൂട്ടാനാക്കുന്നതാണ് പെണ്ണിന്റെ കഴിവ്. അജു അമ്മയെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അതന്നെ, പണ്ട് ഈ അടുക്കളയിൽ പണിയെടുക്കണവർക്കല്ലേ ഇത് കുറച്ച് സാധനങ്ങളുണ്ട്, ഇത്ര അധികം പേർക്ക് വിളമ്പി എത്തിക്കാൻ എന്ത് ചെയ്യും അവര്? അപ്പൊ അങ്ങോട്ട് പറമ്പിലേക്ക് ഇറങ്ങാ, തിന്നാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം വിട്ട് പൊട്ടിച്ചയിലിടാം. അടുത്തത് സതീശൻ, അജുവിന്റെ വീട് ബംഗാൾ ബോർഡർ ആണോ? ഞാൻ മീനിൽ പച്ചക്കറി ഇടുന്നത് ബംഗാളികൾ വെക്കുമ്പോഴാണ് കണ്ടിട്ടുള്ളത്. അല്ല, ചേമ്പ്, കൊള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടുന്ന കാര്യം, നെയ്ച്ചാളയിലൊക്കെ ഇടുന്ന കാര്യം പറഞ്ഞിട്ടില്ലേ? അങ്ങനെ ഇടും, വെക്കും. അടുത്തത് സുഷമ MP, പണ്ട് ഒരു കട പറിച്ചാൽ ഒരു കുട്ട കിട്ടുമായിരുന്നു, അത് കഴുകി അങ്ങനെ തന്നെ പുഴുങ്ങും, കഴിക്കുന്ന സമയത്താണ് തൊലി കളഞ്ഞ് കഴിക്കും, സൂപ്പർ സ്വാദായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ശരി നമ്മ കൊണ്ടിരുന്നു. അപ്പൊ അങ്ങനെ പുഴുങ്ങും, എന്നിട്ട് പുഴുങ്ങിയിട്ട് തിന്നാൻ സമയത്ത് ഈ തൊലി ഇങ്ങനെ കളഞ്ഞിട്ട് തിന്നും. അത് ഒരു മറ്റേ കാന്താരി മുളകിന്റെ ചമ്മന്തി ഒക്കെ അരച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും മുക്കി കഴിക്കാൻ അല്ലേ. രജനി MK, അജു പറയുമ്പോൾ നമ്മുടെ ചെറുപ്പകാലത്തേക്ക് പോകും. നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞാൽ ഈ പറയുന്നതെല്ലാം ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല, അവർക്ക് അറിയാൻ താല്പര്യമില്ല. ഇപ്പൊ ഞാനൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മയുടെ ചെറുപ്പകാലത്തെ കഥകൾ പറയുമ്പോൾ അത് കേൾക്കായിരിക്കും. എന്തൊരു ഇഷ്ടമായിരുന്നു പറയാം അതൊക്കെ കേൾക്കാതിരിക്കാൻ വേണ്ടി. അച്ഛൻ്റെ കാര്യങ്ങൾ പറയും. അച്ഛനും കുറേ ദാരിദ്ര്യം ഉണ്ടായിരുന്നു, പക്ഷെ അമ്മയുടെ കുറച്ചും രൂക്ഷമായ കഷ്ടപ്പാടായിരുന്നു അമ്മയ്ക്ക്. അച്ഛൻ പിന്നെ ഈ പറഞ്ഞ പോലെ മാവുമ്മലും പ്ലാവുമ്മലും പേരമ്മലും കണ്ണി കണ്ട മരത്തുമ്മലൊക്കെ വലിഞ്ഞു കയറി കിട്ടണതൊക്കെ പൊട്ടിച്ച്, പിന്നെ ഭയങ്കര ഉന്നമൊക്കെ എറിഞ്ഞു വീഴ്ത്തി അങ്ങനെയൊക്കെ പൊട്ടിച്ചൊക്കെ തിന്ന് അങ്ങനെ എങ്ങനെയെങ്കിലും വിശപ്പടക്കുമായിരുന്നു. അമ്മയ്ക്ക് അതിനുള്ള വഴിയുമില്ല. ഈ വേലിയുമ്പോൾ നിൽക്കണ ഓരോ സാധനങ്ങൾ പൊട്ടിച്ച് തിന്നില്ല, അതൊക്കെ അമ്മയും പറയും. അങ്ങനെ വെള്ളം കുടിച്ചും ഒക്കെ വിശപ്പ് മാറ്റി, വിശക്കുമ്പോൾ വെള്ളം കുടിച്ച് അങ്ങനെ കളിച്ച് പന്ത് കളി പാടത്ത് കളി കഴിഞ്ഞ് വരുമ്പോ ഒരു ബക്കറ്റ് അല്ലെങ്കിൽ ഒരു പാള വെള്ളം നിറയെ ഓരോ ഞങ്ങളുടെ പിള്ളേരുകൾ കുടിക്കും. ഒരു പാള വെള്ളം നിറയെ ഒറ്റയടിക്ക് കുടിക്കും. അതാ അല്ലാന്ന് തിന്നാനായിട്ട് മതിയില്ലല്ലോ. അപ്പൊ വീട്ടിൽ നിന്നാലും ഒന്നും കിട്ടില്ലല്ലോ. അപ്പൊ ഓരോരുത്തര് താടാന്ന് പറഞ്ഞിട്ട് ഒരു മധുരം ചേർന്ന ഒരു കിണറ്റിൽ നിന്ന് കോരി കുടിക്കുമ്പോഴുള്ള ഒരു വെള്ളമുണ്ട് മധുരം. അടുത്തത് ബെറ്റ്സി പുതുശ്ശേരി, ഹായ് അജു ആൻഡ് സരിത. മാങ്ങാത്തോലിയെ നിങ്ങൾ ചെറുതായി ഒന്ന് ആക്ഷേപിച്ച പോലെ തോന്നി, അതുകൊണ്ടാണ് ഈ കമന്റ് ഇടുന്നത്. മാങ്ങാത്തോലി എന്ന് എൻ്റെ നാട്ടിൽ, അതായത് അങ്കമാലി, വിളിക്കുന്നത് പച്ചമാങ്ങ പൂളി ഉണക്കിയതിനെയാണ്. മാങ്ങ ഇല്ലാത്ത കാലത്ത് ഭരണിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മാങ്ങാത്തോലി എല്ലാ കറികളിലും മാങ്ങയുടെ സ്ഥാനം പിടിക്കും. നല്ല രുചിയോടെ ആസ്വദിച്ച് കഴിക്കാറുണ്ട് നാട്ടിൽ വരുമ്പോൾ എല്ലാം.
മാങ്ങാത്തൊലി ഇട്ട് വെച്ച ഉണക്കച്ചെമ്മീൻ കറി. പോരുമ്പോൾ കൊടുംപുളി എൻ്റെ മാങ്ങാത്തൊലി ഞാൻ കൂടെ കൂട്ടാറുണ്ട്. പറഞ്ഞെന്നേ ഉള്ളൂ, അല്ലാതെ മാങ്ങയുടെ തൊണ്ട് അല്ല മാങ്ങാത്തൊലി. ഇനി വേറെ നാട്ടിൽ മാങ്ങ തൊണ്ട് കറി വെക്കുമോ എന്നറിയില്ല കേട്ടോ. ഇത് തന്നെയാണ് മാങ്ങാത്തൊലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ഉപ്പിലിട്ടിട്ട് തൊലി ചെത്തിയിട്ട്. തൊലിയല്ല, അല്ല തൊലിയല്ല, ഉണക്കിയിട്ടുള്ളത്. നമുക്ക് ഇത്തവണ മാങ്ങിൻ്റെ ആകുമ്പോൾ നമുക്ക് ഭരണിയിൽ അത് പൂണ്ടിട്ടേ ഉപ്പിട്ട് എടുത്ത് വെക്കണം. എന്നിട്ട് അതുകൊണ്ട് നമുക്ക് പറഞ്ഞപ്പോൾ ഈ ചെമ്മീൻ കൂട്ടാനും പിന്നെ അവളുടെ മാങ്ങാത്തൊലി കൂട്ടാനും വെക്കണം. അത് അവള് വെറുതെ താമസി പറഞ്ഞു. ഇത് നമ്മളിവിടെ തേങ്ങാക്കൊല എന്നൊക്കെ പറയില്ലേ, മണ്ണാങ്കട്ട, തേങ്ങാക്കൊല, മാങ്ങാത്തൊലി അങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങളില്ലേ, അതാണത് ഞങ്ങൾ കേട്ടാ. അല്ലാണ്ട് ഇവിടെ ഈ മാങ്ങാത്തൊലി എന്ന് പറയണതൊരു ഇങ്ങനത്തെ സംഭവമല്ല. പറയുമ്പോ അങ്കമാലി എന്ന് പറയണത് നമ്മുടെ അടുത്താണ്, പക്ഷെ എന്നിട്ടും നമുക്കറിയില്ല അങ്ങനത്തെ ഒരു മാങ്ങാത്തൊലി എന്ന് പറയുന്ന സാധനം. ആ പെൺകുട്ടിയുടെ കമന്റ്സ് ഒക്കെ അങ്ങനെ, എനിക്കിഷ്ടമായില്ല ഈ മാങ്ങാത്തൊലി ഇടിയോ എന്നാണ് പറഞ്ഞിട്ടാണ് ഇടാറ്. സിജോ സോണി, ഇരുമ്പുളി തിന്നുന്ന കണ്ടിട്ട് വായിൽ വെള്ളം വന്നു, ഉടനെ ഒരു സ്ട്രെപ്സിൽ സ്പാബ് എടുത്ത് വായിലിട്ടു. അല്ല പിന്നെ. അടുത്ത ക്രിസ്റ്റി തോമസ്, ചേട്ടൻ ചേച്ചിയെ സരിത എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഇൻസ്പെക്ടർ ഗരുഡ് സിനിമയിൽ ദിലീപേട്ടൻ സരിത സവിത സംഗീത എന്ന് പറയുന്നത് ഓർമ്മ വരും. അടുത്തത് ഹൈറുനിസ, ഈ ചേമ്പ് ആദ്യം കഴുകി കുക്കറിൽ ഒരു വിസിൽ വരുത്തിയ ശേഷം ചൂടാറിൽ ഒന്ന് ഞെക്കി കൊടുത്താൽ തൊലി നീങ്ങിപ്പോയി ഫ്രഷ് ആയിട്ട് ചേമ്പ് കിട്ടും. ഉപ്പിട്ട് പുഴുങ്ങിയാൽ അജുവിന് ഇടയ്ക്കിടയ്ക്ക് പണിക്കിടയിൽ കഴിക്കാനും പറ്റും ട്ടോ. ചൊറിയുകയും ഇല്ല. പണി വളരെ എളുപ്പമാണ്. ഈ വഴുക്കൽ ഒഴിവാക്കാം. എല്ലാം ചിരിക്കാനുള്ള വീഡിയോസാണ്. സരിത, അജു, ജഗ്ഗു ഒരുപാട് ഇഷ്ടം. സന്തോഷം. അടുത്തത് രാജു നംശിവായ, ചേമ്പ് തൊലിയോടെ പുഴുങ്ങിയാൽ തണുത്ത ശേഷം തൊലി പെട്ടെന്ന് അടർത്തിയെടുക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ഉണ്ടാക്കുന്ന കൂട്ടാൻ എന്തൊക്കെ ചെയ്താലും പച്ചയ്ക്ക് തൊലി കളഞ്ഞുണ്ടാക്കുന്ന കൂട്ടാൻ്റെ രുചി കിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അനുഭവം. ഞാൻ കടുക് വറുത്തും പുളി പിഴിഞ്ഞും തേങ്ങ അരച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. എന്തോ എനിക്ക് അല്പം രുചി കുറഞ്ഞതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഇച്ചിരി കഷ്ടപ്പെട്ടാൽ ആദ്യമേ തൊലി കളയും. എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. ആണോ? വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും തൊലി കളഞ്ഞിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത്രത്തിൻ്റെ കൂർക്കയും ചിലർ പറയുന്നുണ്ട് ഒന്ന് വെറുതെ വേവിച്ചിട്ട് തൊലി കളയാ വളരെ എളുപ്പമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കത് അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവും തോന്നില്ല ഇപ്പോൾ. അടുത്തത് ഷൈജ നായർ, ചെറിയ ചേമ്പ് ചില സീസണിൽ നന്നായി ചൊറിയും. ഞാനിത് മോരൊഴിച്ച് കറി വയ്ക്കാറുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങി കറി വയ്ക്കുമ്പോൾ അപ്പോൾ പറമ്പിൽ നിന്ന് എടുത്ത് വെക്കുന്ന ടേസ്റ്റ് ഒന്നും കിട്ടില്ല. ഉണക്കക്കപ്പ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഊറ്റിക്കളയുക. എന്നിട്ട് വീണ്ടും വെള്ളം ഉപ്പിട്ട് വേവിച്ചെടുക്കുക. തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ചെറിയുള്ളി, കറിവേപ്പില, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് ചതച്ചെടുക്കുക. ഇത് വേവിച്ച കപ്പയിലിട്ട് 5 മിനിറ്റ് ചെറിയ ചൂടിൽ അടച്ചുവെച്ച് നന്നായി ഇളക്കിയെടുക്കുക. ഒരൽപ്പം വെളിച്ചെണ്ണയും ഒഴിക്കുക. ഓ, വായിൽ വെള്ളം വരുന്നു. അതെ, അല്ല ഞാനിപ്പോ എന്തൊരു പറയാമെന്ന് മറന്നു. നമുക്ക് ചെയ്യാം. നമുക്ക് അന്ന് അവിടെ ഉണ്ടാക്കിയെന്നില്ലേ, അമ്മ ഉണ്ടാക്കിയെന്നില്ലേ, ലീലാമ്മ ചേച്ചിയുടെ അമ്മ ഇതുപോലെ ഉണ്ടാക്കി തന്നെ. അടുത്തത് സിന്ധു ഷാജി, ആ പുളി കളയജു എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു. കണ്ട ഞങ്ങളുടെ പല്ല് പുളിച്ചിട്ട് വീഡിയോ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് അത് കളയണ ഒരു എറിഞ്ഞിട്ടുള്ള ഒരു കളയലുണ്ട്. അടുത്തത് ഫാരിയ ബക്കർ, ഓർക്കാപ്പുളി ഇട്ട് മീൻകറി വെക്കൂ. ഇങ്ങനെ തലയ്ക്ക് കൈയോട് തിന്നാൽ ഇനി ശരിക്കും പറ്റിയാൽ തിരിഞ്ഞ് ആരും നോക്കില്ല. പുലി വരുന്നേ എന്ന കഥയില്ല. അതുപോലെ ചേട്ടാ കൈക്കോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഒരു നിൽപ്പുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞിട്ടാ പിന്നെ ബാക്കി പറയുള്ളൂ. ഞാൻ നേരത്തെ പറയാൻ വന്നത് ചേമ്പിന് ചൊറിച്ചിൽ വരുന്ന ടൈം എന്ന് പറഞ്ഞാൽ ചേമ്പ് പറിക്കണേക്കാളും കുറച്ച് നാൾ മുമ്പ് പറിച്ചു കഴിഞ്ഞാൽ ചൊറിച്ചിലുണ്ടാവും. പറക്കണേനേക്കാളും കുറച്ച് ശരിക്കും ഈ സമയത്താണ് പറിക്കുന്ന ടൈം. ഉണങ്ങി അത് അതിന്റെ തലയൊക്കെ പോയി ഒക്കെ ഇതായിട്ട് മണ്ണില് ശരിക്കും അത് വിത്ത് പോലെ ആയിട്ടുണ്ടാവും. അപ്പോഴാണ് പറിക്കുക. അപ്പൊ ഇപ്പൊ കിട്ടുന്ന ചേമ്പിന് ചൊറിച്ചിൽ അങ്ങനെ ഉണ്ടാവില്ല. ആ സമയം കുറച്ച് നാൾ മുമ്പ് കുറച്ച് സമയം ഈ വിരലുകള് ഈ വിരലിന്റെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെയല്ല നമ്മള് നന്നാക്കി വിടണം. അപ്പൊ അവിടെ മാത്രം പിന്നെ ഇതിന്റെ ഉൾഭാഗം കുറച്ച് സമയം ചെറുതായിട്ടൊന്ന് ചൊറിയും. കുഴപ്പമുണ്ടായില്ല, മാറി. അപ്പൊ നിർത്താം. അങ്ങനെ വളരെ വളരെ സന്തോഷം. നല്ല രസകരമായിരുന്നു ഇന്നത്തെ കമന്റ് വായന. കുറെ അറിവുകൾ നമുക്ക് സരിതയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടാ, മറ്റേ സിനിമയിലൊക്കെ കാര്യം പറഞ്ഞപ്പോഴേ. നിർത്താം, ശാസ്ത്രജ്ഞ. അപ്പോൾ നിർത്താട്ടെ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.